വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 27th ജൂൺ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 29th ജൂൺ മുതൽ 3rd ജൂലൈ വരെയുള്ള വീക്കാണ്. അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയാണ് ജൂൺ മന്തിൻ്റെ ലാസ്റ്റ് വീക്കിലേക്ക് കടക്കുകയും ജൂലൈ മന്തിലേക്ക് കടക്കുകയും ചെയ്യുന്നൊരു വീക്കാണ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു മെസ്സേജ് പറയാനുള്ളത്. നിങ്ങൾക്കറിയാം, ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എന്നുള്ള സ്ഥാപനം കുറേയധികം പേര് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യും, കുറേയധികം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടെ കുറേ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. കോവിഡിൻ്റെ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്ത് കുറേയധികം റെക്കമെൻഡേഷൻസ് ഫ്രീ ആയിട്ട് കൊടുത്ത് കുറേ പേര് അന്ന് ആ പൈസ കൊണ്ട് ജീവിച്ചവരും പലരും എൻ്റെ അടുത്ത് അന്ന് അതിൻ്റെ നന്ദി പറഞ്ഞ് എൻ്റെ ഓഫീസിലൊക്കെ കാണാൻ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾ കുറേയധികം ചാരിറ്റബിൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാറുണ്ട്. ഈവൻ ഞങ്ങളൊരു കുറച്ച് പെൺകുട്ടികളെ, അനാഥ കുട്ടികളെ പഠിപ്പിക്കുകയും അതുപോലെ അവർ സ്റ്റേ ചെയ്യുന്ന ഒരു ബിൽഡിങ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് 4-5 വർഷം മുമ്പ് പണിത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗുരുനാഥൻ ഒരിക്കൽ എന്നോട് അഡ്വൈസ് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ചാരിറ്റബിളായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പബ്ലിക്ക് പറയണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളത് പറയാതെ, പക്ഷെ ഞങ്ങളത് നിർത്തിയെന്ന് അതിനർത്ഥമില്ല. ഞങ്ങളുടേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് പൈസയായിട്ട് കൊടുക്കാവുന്ന ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോളേജായിട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ റെക്കമെൻഡേഷൻസിൽ പലപ്പോഴും വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മുടെ സെബിയുടെ കുറേയധികം കംപ്ലയിൻസ് റിക്വയർമെൻറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു റെക്കമെൻഡേഷൻ സാധാരണ ഇപ്പോൾ ഞങ്ങളുടെ പെയ്ഡ് റെക്കമെൻഡേഷൻസ് അതേ മോഡലിലൊന്നും വീഡിയോയിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിത്തിൻ ദ റെസ്ട്രിക്ഷൻസ് ഞങ്ങളുടെ കംപ്ലയിൻസ് ഓഫീസേഴ്സിൻ്റെ ഒക്കെ പെർമിഷനോട് കൂടിയുള്ള ആ ലിമിറ്റ്സിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് പറയുന്നത് ഞങ്ങളുടെ ജെനുവിനായിട്ടുള്ള അതുപോലെ വളരെ സിൻസിയറായിട്ടുള്ള കുറേയധികം ഞങ്ങളുടെ ഫാൻസ് പോലെയുള്ളവരും ഞങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള കുറേ ഉള്ളവരാണ് എന്നെനിക്കറിയാം. നിങ്ങളോടല്ല ഞാനിത് പറയുന്നത്. ഞങ്ങളുടെ പേരും ഈവൻ ഞങ്ങളുടെ കംപ്ലയൻസ് ഓഫീസറുടെ പേര് പോലും ചില റിസർച്ച് അനലിസ്റ്റ് സ്ഥാപനങ്ങൾ അവരുടെ സൈറ്റിൽ പോലും ഉപയോഗിക്കൂ എന്നുള്ള വലിയൊരു ഷോക്കിംഗ് ന്യൂസ് കഴിഞ്ഞ ദിവസം ഞങ്ങളിപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഡൽഹിയിൽ സുപ്രീം കോർട്ടിലുള്ള ഒരു ടീം ഓഫ് കംപ്ലയിൻസ് ഓഫീസേഴ്സും ലോയേഴ്സും അതുപോലെ സെബിയിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളവരെ ഞങ്ങൾ ആനുവലി 10 lakhs ഫീസ് വരാവുന്ന രീതിയിലുള്ളവരെ ഞങ്ങൾ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അവരാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്. ഇത് പലരും യൂസ് ചെയ്യുന്നു, ഈവൻ ഞങ്ങളുടെ മെയിൽ IDs പലതും യൂസ് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഞാൻ ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടേതായ എന്തെങ്കിലും കോപ്പി ചെയ്തോ അല്ലെങ്കിൽ ഞങ്ങൾ ഇമിറ്റേറ്റ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ജീവിക്കുന്നതിലൊന്നും എനിക്കൊരു വിരോധമുള്ള വ്യക്തിയല്ല. കാരണം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ ആവശ്യത്തിനുള്ള വെൽത്ത് ബിൽഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരാൾ ഒരു 10,000 രൂപ ഞാൻ സംസാരിക്കുന്ന എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നേടിയെന്ന് അറിയുകയാണെങ്കിൽ പോലും എനിക്ക് അത്ര സന്തോഷമുള്ളതാണ്. പക്ഷേ ഇത് പലരും ഞങ്ങളുടെ റെക്കമെൻഡേഷൻസ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, പലരും ഇത് വാങ്ങി പലരും ഷെയർ ചെയ്ത് അവർ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ റീസെൻറ്റ് റെഗുലേഷൻ അനുസരിച്ച് ഞങ്ങളുടെ കംപ്ലയിൻസ് ഓഫീസർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതിങ്ങനെ ആരെങ്കിലും ഫോർവേഡ് ചെയ്തതിന് ശേഷം അവർക്കാർക്കെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയ ഒരാൾക്ക് ലോസ് വന്നതിന് ശേഷം അവരൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്താൽ പോലും ആ ലോസിന് ഉത്തരവാദിത്വം ഈ സെബി രജിസ്ട്രേഷനുള്ള ഞങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾക്കിനി അത് കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളതിനെ വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളിനി ഹാൻഡിൽ ചെയ്യും. അതായത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ AI ഉപയോഗിച്ചുകൊണ്ടൊക്കെ സ്കാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് നോക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും അതിൽ വയലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ലീഗലായിട്ടുള്ള ഞങ്ങളുടെ സെബി രജിസ്ട്രേഷൻ നമ്പറോ ഞങ്ങളുടെ ഏതെങ്കിലും പാക്കുകളുടെയൊക്കെ ഇതെല്ലാം ഞങ്ങൾക്ക് പാറ്റൻ്റുള്ള സ്കീമുകളാണ്. അതിന് എന്തെങ്കിലും രീതിയിലുള്ള വയലേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഡൽഹിയിൽ സുപ്രീം കോടതിയിലേക്ക് പോകാനും അതിന് ഫേസ് ചെയ്യാനും ഒക്കെ തയ്യാറുള്ളവർ ഇനി അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇതൊരു ഭീഷണിയല്ല, എനിക്കിത് ചെയ്യാതിരിക്കാനാവില്ല. കാരണം 100ഓളം എംപ്ലോയീസ്
100ഓളം ഫാമിലീസ് ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. 50,000-ലധികം ക്ലയൻസ് ഞങ്ങളെ വിശ്വസിച്ച് ഫീസ് അടച്ച് എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും കംപ്ലൈ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ 1-2 പേരുടെ അല്ലെങ്കിൽ അവരുടെ തോന്നിയാസങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരൊന്നും സഫർ ചെയ്യാനായിട്ട് എനിക്ക് അനുവദിക്കാൻ സാധിക്കില്ല. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയാണ് ബികോം ചെയ്തത്. അതിനുശേഷം CAക്ക് ഞാൻ ചെന്നൈയിൽ പോയി അവിടെ നുങ്കമ്പാക്കത്ത് റീജിയണൽ കൗൺസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അവിടെ എനിക്കൊരു BSAയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള് ഒരു 350 രൂപയ്ക്ക് വാങ്ങിയൊരു സൈക്കിളിലായിരുന്നു സൈക്കിളിലാണ് ഞാൻ ക്ലാസ്സുകളിലൊക്കെ പോകാനായിട്ട് ചവിട്ടി പോയിരുന്നതൊക്കെ. അന്നും എനിക്കൊരു എൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിസർച്ച് സ്ഥാപനം സ്ഥാപിക്കാനും അതിൽ ഒരു ബെൻസ് വാങ്ങാനോ ഒക്കെ ഉള്ള കാര്യം എനിക്ക് പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ പലരും കളിയാക്കി ചിരിക്കാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരൊക്കെ ചിരിക്കാറുണ്ട്. പക്ഷേ ഞാനതിൽ അന്ന് ഇൻ്റർമീഡിയറ്റിൻ്റെ എക്സാം ഞാൻ എഴുതിയിരിക്കുമ്പോൾ ഞാൻ ഫൈനലിൻ്റെ 2 ഗ്രൂപ്പിൻ്റെയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാഞ്ഞ് നടക്കുമ്പോൾ എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട്. പക്ഷേ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓൾ ഇന്ത്യ 41 റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് കൃത്യമായിട്ടും ഒരു പ്ലാനുണ്ട്. പക്ഷേ നമ്മൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് വളരെ ജെന്യുവിനായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ആരെങ്കിലും വന്ന് നമ്മൾ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളിനി വെറുതെ വിടില്ല. അടുത്തത് നമുക്ക് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ട് കാണാം. നിഫ്റ്റി ഇപ്പോൾ 24,000 മുകളിൽ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞ് നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വിലയൊക്കെ കുറഞ്ഞു. അതിനുശേഷം ഗ്ലോബലായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എല്ലാം കുറഞ്ഞതിന് ശേഷം മുകളിലേക്കുള്ള ഒരു ട്രെൻഡിൽ നിൽക്കുകയാണ് നമുക്ക് കാണാം. ഇതിൽ തന്നെ കാണാം നമുക്ക് 26,373 എന്നുള്ളൊരു ലൈഫ് ടൈം ഹൈ സെറ്റ് ചെയ്തതിന് ശേഷം ഈ US ഇറാൻ ക്രൈസിസ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് 22,182 എന്നുള്ള ലെവലിലേക്ക് കറക്റ്റ് ചെയ്തത്. അപ്പോഴും ഈ ഒരു പീരീഡിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വിറ്റ് ലോസ് ബുക്ക് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കുറേ കൂടി സ്റ്റോക്കുകൾ താഴേക്ക് വരുന്നത് ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 30 ഇയേഴ്സായിട്ട് ചെയ്തത് നമ്മൾ പാനിക് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഫോളോ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. അത് തന്നെയാണ് കോവിഡിൻ്റെ സമയത്ത് വിജയിച്ചത്. ഇപ്പോൾ ഈ യുഎസും ഇറാനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കും, ഇന്നലെ ഒരു ബോംബ് വീണില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എല്ലാം 100% കൺഫേം ആയതിനു ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവർ സ്വപ്നം കണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ക്രൈസിസ് സിറ്റുവേഷൻസിൽ നമ്മൾ റിസ്ക് എടുത്ത് ഇറങ്ങുന്നവരാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് നേടുക. ഇപ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഈ നിഫ്റ്റി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞ ആഴ്ചയിൽ 42 പോയിൻറ്റ്സ് ഉയർന്ന് 24,056 വന്ന് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 2 വീക്കായിട്ടും നമ്മൾ പറയുന്നുണ്ട് നിഫ്റ്റി 25,000ലേക്ക് മൂവ് ചെയ്യും. പക്ഷേ ഇതൊരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ അല്ല. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് കൃത്യമായിട്ട് സ്റ്റോക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള മെസ്സേജാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സ് 297 പോയിൻറ്റ്സ് കൂടെ വരുന്നത് 77,100 ക്ലോസ് ചെയ്തത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 61,795 ക്ലോസ് ചെയ്തത്. പക്ഷേ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 721 പോയിൻറ്റ്സ് ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 18,790 5 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോഴും ഒരു ഷോർട്ട് ടൈം ബെയറിഷ് റേഞ്ച് ടു ഡൗൺ ട്രെൻഡാണ് ടെക്നിക്കൽ ചാർട്ടുകളിലൊക്കെ കാണിക്കുകയെന്നുണ്ടെങ്കിലും നമ്മൾ എക്കണോമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്. അത് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ എനിക്കറിയാം ഗൾഫ് GCC കൺട്രീസിലുള്ള എല്ലാ മലയാളി ക്ലയൻസുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. എല്ലാവരും അവരുടെ കൺസേൺസ് പറയുന്നുണ്ട്. അവരുടെ കുട്ടികൾ പോലും വളരെ പാനിക്കായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, വളരെ ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പേഴ്സണലി അറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഡ് വന്നപ്പോഴും ഫേസ് ചെയ്യേണ്ടതാണ്. എനിക്കും കോവിഡ് വന്നിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചെയ്തത് ഒരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ അത് കഴിഞ്ഞ്
അതിനെ തരണം ചെയ്യുന്ന സമയത്ത് നമുക്ക് വന്നിട്ട് ഈ നെഗറ്റീവ് സിറ്റുവേഷനിൽ കുറേ ഫിനാൻഷ്യൽ ലോസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സാധിക്കും. അതിനെങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പഠിപ്പിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 3 കോടിയിലധികമുള്ള മലയാളികളിൽ ഒരു 40,000 പേര് മാത്രമാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അതിൽ തന്നെ ഒരു 6,000 പേരോളമാണ് ഒരു വീക്കിലി വീഡിയോ ചെയ്യുന്നത്. ഞാൻ 1 മണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് നോർമലി ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ എൻ്റെ മാത്രം വർക്ക് 8 മണിക്കൂറോളം ഉണ്ട്. എൻ്റെ ടീമിൻ്റെ വർക്ക് ഒരാഴ്ചത്തെ വർക്കും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്ത് ഫ്രീ ആയിട്ട് ഞങ്ങൾ വീഡിയോ ഞങ്ങൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് കുറേയധികം കുട്ടികൾ, പ്രത്യേകിച്ചും MBAക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ കുറേ പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ള കുറേ പേര് എൻ്റെ ഒരു ബിസിനസ് മോഡൽ നല്ല ഒരു മോഡലാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. പക്ഷേ റിസർച്ച് അനലിസ്റ്റ് എന്നുള്ളൊരു ഒരു കൺസേൺ തുടങ്ങണമെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ട് രീതിയിൽ മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെ ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് കുറേ വലിയ കംപ്ലൈൻസിൻ്റെ ഒരു ബർഡനുണ്ട്. അപ്പോൾ അതൊരു ആപ്ലിക്കേഷൻസ് വേണം. ഈവൻ IAP ഓഡിറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സെബി ഒരു ഓർഡർ ഇട്ടപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് കണ്ണ് കാണാത്തവർക്ക് പോലും, ഡിസബിലിറ്റി ഉള്ളവർക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തതിന് ശേഷം, ആപ്ലിക്കേഷനും ഡെവലപ്പ് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്യണം. അത് ഓഡിറ്റ് ചെയ്യുന്ന IAP ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഈവൻ മിനിമം 1,50,000 എങ്കിലും ഓഡിറ്റ് ഫീ പോലും കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഓഡിറ്റ് നമ്മൾ സെബിയുടെ കമ്പൽസറി ആയിട്ടുള്ള ഓഡിറ്റ് ഉണ്ട്. അതുപോലെ കംപ്ലയൻസ് ഓഫീസേഴ്സ് വേണം. അത് മിനിമം ആയിട്ടുള്ള ഈ ആപ്ലിക്കേഷൻസിനൊക്കെ കോസ്റ്റുകൾ കൂടി. അതുപോലെ തന്നെ ഡിജിറ്റൽ എവരി ക്ലയൻറ്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നവർ നമ്മൾ ഡിജിറ്റലായിട്ട് അവരായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം. ഇതെല്ലാം ഹ്യൂജ് കോസ്റ്റിൻ്റെ ബർഡനാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഇത് തുടങ്ങാനും സക്സസ്ഫുൾ ആക്കാനും ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. ഞാൻ റിസർച്ച് അനലിസ്റ്റിൻ്റെ എല്ലാ ഞങ്ങൾക്കൊരു അസോസിയേഷൻ ഉണ്ട്. അതിലുള്ളൊരു മോർ ദാൻ 60% അധികം പേരും തുടങ്ങിയവർ നിർത്തിപ്പോയി. കാരണം ഇൻഡിവിജ്വലായിട്ട് നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ബേസിക്കലി ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് ഒരു ഇൻഡിവിജ്വൽ RA ആയിട്ടാണ് ആദ്യം രജിസ്റ്റർ ചെയ്തതെന്നുണ്ടെങ്കിലും നമ്മൾക്കത് വളരെ വലിയ റെപ്യൂട്ടേഷൻ ഞാൻ ജിയോജിലിരിക്കുമ്പോൾ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കധികം പെട്ടെന്ന് കുറേയധികം ക്ലയൻസ് വരാനും നമുക്ക് കുറേ ക്യാപിറ്റൽ നമ്മൾ റെക്കമെൻഡേഷൻസിലൂടെ ബിൽഡ് ചെയ്യാനും സാധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈവൻ ഈ കഴിഞ്ഞ 1.5 വർഷത്തിൽ വലിയ ഇൻകം ഒന്നും ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ഈവൻ ഞങ്ങളുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് പോലും ഞങ്ങളുടെ കോസ്റ്റുകൾ മീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന വലിയ റിസ്ക് എന്ന് കരുതുന്ന സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ റിസ്കുകളുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസ്, അതും ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സ്റ്റോക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ള ഏറ്റവും റിസ്ക് കുറഞ്ഞ കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അവിടെ നിങ്ങൾ റിസ്ക് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ വീട്ടിൽ വന്ന് നിങ്ങളെ മാർക്കറ്റിലേക്ക് ഇറക്കി പ്രോഫിറ്റ് നേടിത്തരാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് യൂട്യൂബിലൂടെ കാര്യങ്ങൾ ഇതുപോലെ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. NRIs പലരും, എനിക്ക് കെനിയയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും വരെ നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കില്ല, ഞാൻ എൻ്റെ അടുത്ത് ഇൻഡിവിജ്വലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ ക്ലയൻസിൻ്റെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. അപ്പോൾ അവരൊക്കെയും വെൽത്ത് ബിൽഡ് ചെയ്യുക. കാരണം എല്ലാവരെയും പണമുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. എവിടെ എന്ത് ചെയ്യണം? റിയൽ എസ്റ്റേറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റില്ല. വേറെ എന്തിൽ ചെയ്യും? ബിസിനസ് ഒരെണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ബിസിനസ്സിൻ്റെ ഈ AIയുടെയും ഇതുപോലെയുള്ള സാഹചര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ ഇറക്കിയ ക്യാപിറ്റൽ അടക്കം പോകും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് വെൽത്ത് ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു ഈസി ഓപ്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. ജസ്റ്റ് നമ്മുടെ മൊബൈലിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന അത്രയും സിമ്പിളായിട്ട് നമുക്കൊരു സ്റ്റോക്ക് വാങ്ങാനായിട്ടും, അതായത് നമ്മളൊരു കമ്പനിയിൽ ഒരു 10 lakhs ഷെയർ വാങ്ങുമ്പോൾ നമ്മളെ കമ്പനിയിലൊരു പാർട്ട്ണർഷിപ്പ് എടുത്തതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ എത്രയോ കമ്പനികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ കമ്പനികളുടെയും പൊട്ടൻഷ്യൽ ഇപ്പം ഏറ്റവും കേരളത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കല്യാൺ ജ്വല്ലേഴ്സ് എന്നുള്ള സ്റ്റോക്ക് ഒരു 85 rupees അടുത്ത് നമ്മൾ IPO വന്നപ്പോൾ
ഇന്ത്യയിലെ ഈ ജ്വല്ലറി ബ്രാൻഡഡ് ജ്വല്ലറി സെഗ്മെൻറ്റിൽ വരാൻ പോകുന്ന ഒരു ഗ്രോത്തിനെ കുറിച്ച് ഞാൻ സംസാരിച്ചോട്ട് ഞാനത് പറഞ്ഞത് എൻ്റെ മെൻറ്ററായിട്ടുള്ള രാകേഷ് ജുഞ്ചുമാല സാറ് ടൈറ്റാൻ എന്നുള്ള ഈ ബ്രാൻഡഡ് ജ്വല്ലറി പിന്നീട് വലുതാവുമെന്ന് കണ്ട് 2000-ൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് 8 കോടിയോളം ഇൻവെസ്റ്റ് ചെയ്ത് 10,000 കോടിയോളം ഉണ്ടാക്കിയതിൻ്റെ വേറൊരു കമ്പനിയാണ് കല്യാണം. അല്ലാണ്ട് എൻ്റെ വലിയ ഇൻ്റലിജൻസ് ഒന്നും അല്ല, പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 8-10 കോടി ഒരു കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയെങ്കിലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഭാര്യയ്ക്ക് ഈ വർഷം ഗോൾഡ് വാങ്ങി കൊടുക്കുന്നതിന് പകരം കല്യാണിൻ്റെ സ്റ്റോക്ക് വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞു. പക്ഷെ അത് ഫോളോ ചെയ്ത പല ക്ലയൻസും ഈ കല്യാൺ ജ്വല്ലറി എന്നുള്ള ഷെയർ 600 രൂപ ലെവലിൽ എത്തിയിട്ടൊക്കെയാണ് വിറ്റത്. അപ്പോൾ ഞാൻ അവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് വലിയൊരു റാലി ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ളതും ഒരു ബേസിക് പാഠമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. അവിടെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് ഈ സ്റ്റോക്ക് വലിയൊരു റാലി കഴിഞ്ഞിരിക്കുകയാണ്, ഇവിടെ നിന്ന് വീണ്ടും ഒരു 435 ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇതും ഒരു കമ്പനിയോട് നമുക്കുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് അല്ല ഞാൻ സംസാരിക്കുന്നത്. ഈവൻ കല്യാൺ ജ്വല്ലറിയുടെ ഡയറക്ടറായിട്ടുള്ള രാജേഷൊക്കെ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ അവരുടെ IPO വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയാതെ തന്നെയാണ് ഞാൻ IPO സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വ്യൂവേഴ്സിന് വെൽത്ത് ബിൽഡ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതെടുക്കാൻ ആ അവസരം ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കറിയാം അത് വീണ്ടും 85 ലെവലിൽ നിന്ന് കറക്റ്റ് ചെയ്ത് 57 റുപ്പീസ് വരെ പോയപ്പോൾ വീണ്ടും ബൈ ചെയ്യാൻ പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇതുപോലെ വലിയ റാലി നടത്തിയത്. അപ്പോൾ പലരും ഇത് പക്ഷേ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വാങ്ങേണ്ട സമയത്ത് വാങ്ങണം, കുറച്ചുകൂടെ താഴെ കിട്ടുകയാണെങ്കിൽ വീണ്ടും വാങ്ങണം, പക്ഷേ വിൽക്കേണ്ട സമയത്ത് വിൽക്കണം. വിറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 റുപ്പീസോ 70 റുപ്പീസിനോ വാങ്ങിയ സ്റ്റോക്ക് ഒരു 400-500 റുപ്പീസിലോ ഉള്ളപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് നിങ്ങളത് വിൽക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനിയും അടുത്ത സൈക്കിളിൽ സ്റ്റോക്ക് വീണ്ടും 1000-ലേക്ക് കയറി വരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഇപ്പോൾ ഞാൻ അങ്കമാലിയിലുള്ള കല്യാൺ ജ്വല്ലറിയിൽ പോയി ഒരു ഡയമണ്ടിൻ്റെ ഒരു ബാങ്കിൾ വാങ്ങിയിരുന്നു. അവിടെ വെച്ച് തന്നെ ഞാൻ രാജേഷായിട്ട് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോയിൽ എൻ്റെ ഒരു പോഡ്കാസ്റ്റിന് നമുക്കൊന്ന് ചെയ്താലോ, നമുക്കിപ്പോഴത്തെ ജ്വല്ലറിയുടെ ഒക്കെ വളരെ ഇഷ്യൂ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു സജീഷ് ഞാനിപ്പോൾ ഗവൺമെൻറ് കുറേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ വേണ്ട, പക്ഷേ തീർച്ചയായിട്ടും ഞാൻ സജീഷായിട്ടൊരു പോഡ്കാസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കേരളത്തിൽ ഓരോ ബിസിനസ്സുകാരനും വളരുമ്പോൾ നമുക്കറിയാം ഇത്രയധികം എംപ്ലോയീസിന് ജോലി കിട്ടുന്നു, ഇത്രയധികം അതിൽ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കിട്ടുന്നു, നല്ലൊരു പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഇത്രയധികം നല്ല സർവീസ് ലഭിക്കുന്നു. എൻ്റെ വൈഫിന് ഏറ്റവും ഇഷ്ടമുള്ള ജ്വല്ലറിയാണ് കല്യാൺ. കാരണം അവിടെ നിന്ന് ഞങ്ങൾ പവന് 20,000-25,000 ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങാനായിട്ട് അവിടെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് അവർ നല്ല രീതിയിലുള്ള പണിക്കൂലിക്ക് ഡിസ്കൗണ്ട് തരുന്നുണ്ട്, ഞങ്ങൾ അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബിസിനസ് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ്സുകാരും കുറേ എംപ്ലോയ്മെൻറ്റ്സ്. ഇപ്പോൾ ഞാനെപ്പോഴും മണപ്പുറത്തിൻ്റെ കാര്യം പറയാറുള്ളതാണ്. നന്ദകുമാർ സാർ എത്രയോ പേർക്ക് more than 30,000 ആൾക്കാർക്കാണ് ജോലി കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊരു എൻ്റർപ്രനറെ നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അത് എത്രയും ഫാമിലീസാണ്, അത്രയും പേര് എംപ്ലോയ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഫാമിലിയാണ് അതിൽ ജീവിക്കുന്നതല്ലേ. അപ്പോൾ അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണാതെ അതിനൊക്കെ നെഗറ്റീവായിട്ട് പലപ്പോഴും ഈ കമ്പനി അത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ആൾക്കാരോട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. എല്ലാ ബിസിനസ്സിനും പോസിറ്റീവ് സൈഡും ഉണ്ടാകും, നെഗറ്റീവ് സൈഡും ഉണ്ടാകും. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ മണപ്പുറത്തിന് ജസ്റ്റ് 60 ബ്രാഞ്ചസ് ഉള്ള സമയത്ത് ഞാൻ 2003 ഞാൻ ക്വാളിഫൈ ചെയ്ത സമയത്ത് ഞാൻ ആ കമ്പനിയുടെ CFO ആയിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാനൊരു പ്രസൻറ്റേഷൻ ഈവൻ നന്ദകുമാർ സാറിന് പോലും അത്രയും കോൺഫിഡൻസ് ഇല്ല ആ സ്ഥാനത്ത്. ഞാൻ പറഞ്ഞതാണ് ഈ കമ്പനിയുടെ 1000 ബ്രാഞ്ചിലേക്കുള്ള പ്രൊജക്ഷൻ ചെയ്ത് എങ്ങനെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതായത് അന്നത്തെ സമയത്ത് ഗോൾഡ് ലോൺ കമ്പനിയുടെ ബ്രാഞ്ചിൽ ക്ലയൻസ് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള സ്വർണം ക്ലയൻറ്റിൻ്റെയാണ്. അതുകൊണ്ട് ഈ ഗോൾഡ് ലോൺ കമ്പനിക്ക് അത് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റില്ല എന്നുള്ള റൂളായിരുന്നു. ആ റെഗുലേഷൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഞാൻ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നിന്ന് 2 കോടി രൂപയ്ക്ക് ഞാൻ അവരുടെ അടുത്ത് നിന്നാണ് ആദ്യം ലോൺ എടുത്തത്.
അതിനുശേഷമാണ് ICICI ബാങ്ക് ആയാലും കാനറ ബാങ്ക് ആയാലും സ്റ്റേറ്റ് ബാങ്ക് ആയാലും ധനലക്ഷ്മി ബാങ്ക് ആയാലും എല്ലാം ഈ മണപ്പുറത്തിന് ഇങ്ങനെ ഉള്ള ബ്രാഞ്ചസിൽ ഒരു 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 ലോൺ ഫെസിലിറ്റി കൊടുക്കാൻ തുടങ്ങിയത്. ആക്ച്വലി അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതായത് ബ്രാഞ്ചിലിരിക്കുന്ന ക്ലയൻസ് പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള ഗോൾഡ് എത്ര കിലോ ഉണ്ടെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പീരിയഡിൽ റിപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അതിലൊരു റിസ്ക് ഇല്ല, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല. ആ മോഡലാണ് പിന്നെ പാൻ ഇന്ത്യയിൽ ഇത്ര വലിയ രീതിയിൽ ഗോൾഡ് ലോൺ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നും ഞാനും സാറും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഞാനൊരിക്കലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ ക്ലെയിം ചെയ്യാനോ ഒന്നും ഞാൻ പോകാറില്ല. കാരണം അതെൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. അന്ന് ഞാൻ ശമ്പളം മേടിച്ചിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. പിന്നെ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റായിരുന്നു പാഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ സാറായിട്ട് വളരെ നല്ല രീതിയിലാണ് അന്ന് പിരിഞ്ഞത്. ഞാൻ മണപ്പുറത്ത് നിന്ന് റിസൈൻ ചെയ്ത് പിറ്റേ ദിവസം ജിയോജിത്തിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ ജിയോജിത്തിൽ നിന്ന് റിസർച്ചിൻ്റെ ഹെഡായിരിക്കുമ്പോൾ ഞാൻ റിസൈൻ ചെയ്തപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും വലിയൊരു സ്ഥാപനം, ജീവിതത്തിൻ്റെ പോലെയുള്ള ഇത്ര റെപ്യൂട്ടേഷനുള്ള സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്. ഞാൻ പിറ്റേ ദിവസം നന്ദകുമാർ സാറിനോട് പറഞ്ഞു, അവരൊരു ഋതി ജ്വല്ലറി എന്നുള്ളൊരു ജ്വല്ലറി ഉണ്ട്, അതിലൊരു ക്യാപിറ്റൽ റൈസിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാ ഗൾഫ് കൺട്രീസിലൊക്കെ പോയി ഒരു എമൗണ്ട് കളക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എടുത്തു. അത് ഞാൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 വർഷം ഞാൻ ജിയോജിത്തിൽ നിന്ന് എനിക്ക് എപ്പോഴും ഞാൻ വളരെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളൊരു മനുഷ്യനാണ്. അത് കാരണം ജിയോജിത്തിൽ നിന്നാണ് ഞാൻ ഈ ബ്ലൂംബർഗ് ആണെങ്കിലും റോയിട്ടേഴ്സ് ആണെങ്കിലും ഇതുപോലെ എൻ്റെ സജീഷ് സൈസ് എന്നുള്ള റെക്കമെൻഡേഷൻസ് പാൻ ഇന്ത്യ പോപ്പപ്പായിട്ട് പോകാറുള്ളതൊക്കെ അതാണ് എൻ്റെ പേര് പാൻ ഇന്ത്യ എല്ലാവരും അറിയാനായിട്ട് കാരണം ഉണ്ടായത്. അപ്പോൾ ഒരു 1.5 വർഷം മാറി നിൽക്കുക എന്നുള്ളൂ. ഒരിക്കലും ജോസ് സാറ് സാറ് ജിയോജിത്തിൻ്റെ MD പറഞ്ഞിട്ടില്ല താങ്കൾ തുടങ്ങരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ബേസിക്കായിട്ടുള്ള ഒരു ഇൻറ്റഗ്രിറ്റി കാരണമാണ് ഞാൻ 1.5 വർഷം വേറൊരു സ്ഥാപനം തുടങ്ങാതിരുന്നത്. അതിനുശേഷമാണ് ഞാൻ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് എന്നുള്ള ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ബേസിക്കലി അതായത് ഞാൻ മണപ്പുറത്ത് നിന്ന് റിസൈൻ ചെയ്ത് ജിയോജിത്തിൽ പിറ്റേ ദിവസം ജോയിൻ ചെയ്തെങ്കിൽ ജിയോജിത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും മണപ്പുറത്തിൽ ജോയിൻ ചെയ്തു. അത് പോകുന്ന നമ്മളെപ്പോഴും ഞാൻ എൻ്റെ എല്ലാ കൊളീഗ്സിനോടും എൻ്റെ സ്റ്റാഫിനോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ബെറ്റർ പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാം. പക്ഷെ പോകുമ്പോൾ നമ്മളെല്ലാ റെസ്പോൺസിബിലിറ്റീസും കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യണം. നോട്ടീസ് പീരീഡ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകണം. കാരണം നാളെ നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു പറയാൻ പറ്റില്ല, നമുക്ക് നാളെ നമുക്കൊരു ജോലിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പം എനിക്ക് നന്ദകുമാർ സാറിനെ അല്ലെങ്കിൽ ജോർജ് സാറിനെ എന്ത് കാര്യത്തിന് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. കാരണം ഞാൻ അവരുടെ അടുത്ത് അവിടുന്ന് പോന്നിട്ടുള്ളത് ഇപ്പോഴും ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ക്ലയൻസിൽ നല്ലൊരു ശതമാനം പേര് ജിയോത്തിലെ ക്ലയൻസാണ്. അവർ എൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ എടുത്ത് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ജിയോത്തിലും മറ്റുള്ള ബ്രോക്കേഴ്സ് ആണെങ്കിലും ജിയോത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിയോത്തിൽ അത് ചെയ്യുമ്പോൾ അവിടെയാണ് ബ്രോക്കറേജ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ഷെയറൊന്നും കിട്ടിയിട്ടല്ല, പക്ഷേ നമ്മൾക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഫീസ് ഞാൻ ക്ലയൻസിൻ്റെ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ ബ്രോക്കറേജ് ഇൻകം ജീവിതത്തിന് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. കാരണം എൻ്റെ പ്രൊഫഷണലി എനിക്ക് എക്സ്പെർട്ടൈസ് നേടാനുള്ള അവസരം തന്നത് ജിയോജിത്താണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കേസിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞങ്ങളൊരു ഫീസ് വാങ്ങി ഒരു റെക്കമെൻഡേഷൻ നൽകി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബ്ലാക്ക് ബോക്സ് എന്നുള്ള സ്റ്റോക്കിൻ്റെ തന്നെ 20 lakhs 30 lakhs ഒക്കെ പ്രോഫിറ്റ് കിട്ടിയ ക്ലയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ നിന്ന് ₹1 പോലും നിങ്ങൾ തരണ്ട. നമ്മൾ കൃത്യമായിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള ഫീസ് സെബിയുടെ വിത്തിൻ ദ ലിമിറ്റ്സ് നിന്നുകൊണ്ട് ഞങ്ങൾ ഫീസ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ 100% നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊരു അർഹതയില്ല. നിങ്ങൾ തന്നാൽ പോലും ഞങ്ങൾ അതിൽ നിന്ന് വാങ്ങാനും തയ്യാറില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്റ്റാൻഡും അതാണ് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയും. അതുകൊണ്ട് തന്നെയാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സ് എന്നുള്ള സ്ഥാപനം ഇപ്പോൾ പാൻ ഇന്ത്യ ഇങ്ങനെ ഗ്രോ ചെയ്യുന്നതും. ഇപ്പോൾ ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് എന്നുള്ള നമ്മുടെ ബുക്ക് ലോഞ്ച് ചെയ്തതിന് ശേഷം അത് പല അതും ഞാനിവിടെ മാത്രമല്ല, ഡൽഹിയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ഗുജറാത്തിലാണെങ്കിലും ഒക്കെ പോകുമ്പോഴും ഇങ്ങനൊരു ബുക്ക് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം പലരും അത് അവരുടെ മക്കൾക്കും അടുത്ത ജനറേഷനിലും ഒക്കെ ഞാനിപ്പോൾ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല MBA കോളേജസിലും കുട്ടികളോട് ഇത് വാങ്ങാനായിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. കാരണം ഇതൊരു എൻ്റെ 30 വർഷത്തെ എക്സ്പീരിയൻസാണ്. കാരണം ഞാൻ NSE തുടങ്ങുന്നതിന് മുമ്പും
മാർക്കറ്റിൽ വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എഴുതിയൊരു ബുക്ക്, അതും ജെന്യുവിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റാണ്, ട്രേഡിങ്ങോ അല്ലെങ്കിൽ സ്പെക്കുലേഷൻ ചെയ്യാതെ വെൽത്ത് ബിൽഡ് ചെയ്യുന്നൊരു കാര്യം. ഒരു മിനിമം 1 crore നിങ്ങൾക്ക് 50 എന്നുള്ള ഏജ് എത്തുമ്പോൾ എങ്ങനെ നമുക്ക് നേടി റിട്ടയർമെൻറ്റ് പീരിയഡ് നമുക്ക് ലൈഫ് നമുക്കറിയാം. ഇന്ന് നമുക്ക് ഈവൻ കുട്ടികളെ പോലും നമ്മളെ നോക്കുമെന്ന് അതൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ്. അവർ നോക്കിയാൽ ഫൈൻ ഗുഡ് എന്ന് വിചാരിക്കാവുന്നേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കാം, പക്ഷേ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻകം ഉണ്ട്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അവർ നമ്മളെ നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ജനറേഷനായിട്ടുള്ള അവർക്ക് ഇത് പാസ് ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് കടന്നു പോകാമല്ലേ. അപ്പോൾ ഞാൻ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, സ്റ്റോക്ക് മാർക്കറ്റിന് റിസ്ക് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുന്നവർ മനസ്സിലാക്കുക. 50 വയസ്സാകുമ്പോൾ നിങ്ങളിൽ പലരും വലിയ റിസ്ക്കിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ റിസ്ക്കിലേക്കായിരിക്കും 50ാമത്തെ വയസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ എത്തുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനെ ഒരിക്കലും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടുണ്ട്, ട്രേഡിംഗ് ആൻഡ് സ്പെക്കുലേഷൻ. ഈ ഇടതുവശത്തുള്ള ട്രേഡിംഗ് സ്പെക്കുലേഷൻ ഉള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാപിറ്റൽ നിങ്ങൾക്ക് നഷ്ടമാകും. വലതുവശത്തോടെയുള്ള വഴി ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നല്ല സ്റ്റോക്കുകളിൽ, പെന്നി സ്റ്റോക്കുകളിലല്ല, നല്ല സ്റ്റോക്കുകളിൽ, അതും ഒരു പ്രൊഫഷണൽ റിസർച്ച് അനലിസ്റ്റുകളിലേക്ക് സർവീസൊക്കെ എടുത്തുകൊണ്ട് ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട്, അതും പണി ഒന്നും എടുക്കാതെ നല്ല സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പ്രൊഫഷണൽ, ഇപ്പോൾ എൻ്റെ ക്ലയൻസിൽ അധികം പേര് പല ഡോക്ടേഴ്സും വളരെ സീനിയർ ഡോക്ടേഴ്സാണ്. ഞാനൊരു ഡയമണ്ട് പിക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് വാങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവർ പ്രൊഫഷണൽ ഒരു ഡോക്ടറുടെ പ്രൊഫഷൻ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത തിരക്കാണല്ലോ. അവർ ഈവൻ കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പല ഡോക്ടേഴ്സും ഉണ്ട്, അവർ 9 മണിയായാൽ പോലും അവർ ഫ്രീ അല്ല. അപ്പോൾ ആ തിരക്കിനിടയിൽ പോലും അവർക്ക് ചെയ്യാവുന്ന ഒരു മോഡലാണ് നമ്മൾ ഡയമണ്ട് പിക്ക് എന്നുള്ള മോഡൽ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഡോക്ടേഴ്സ് എൻ്റെ ക്ലയൻസായിട്ട് വന്നിട്ടുള്ളതും ഒരു ഡയമണ്ട് പിക്ക് പോലും അവർ മിസ്സായത് വാങ്ങുന്നതും. പക്ഷേ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരു ഡയമണ്ട് പിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇറങ്ങില്ല. നല്ല കമ്പനിയിൽ നല്ല ബിസിനസ് മോഡലുള്ള നല്ല ഒരു മോട്ടുള്ള കമ്പനിയുടെ ആ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ ഇറങ്ങിയാലും തിരിച്ച് കയറി വരും. അപ്പോൾ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്നുള്ളതിന് അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏത് സ്റ്റോക്കും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഫ്ലക്ച്വേഷൻ കഴിഞ്ഞ സ്റ്റോക്ക് അതിൻ്റേതായ ഒരു പെർഫോമൻസിൽ വരുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ മടിയില്ലാതെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മുടെ റെക്കമെൻഡേഷൻസ് ഉള്ള ഞങ്ങളുടെ ആപ്ലിക്കേഷനിലൂടെ കറക്റ്റ് സമയത്ത് മെസ്സേജസ് വരും നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അവിടെയാണ് നമ്മുടെ റിട്ടയർമെൻറ്റും കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ ഒരിക്കലും നിങ്ങളോട് മാക്സിമം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, ഒരു പോർഷൻ വെൽത്തിൻ്റെ ഒരു 20%, എസ്പെഷ്യലി ഡോക്ടേഴ്സും അതുപോലെ തന്നെ എൻജിനീയേഴ്സും അതുപോലെ ഇപ്പോൾ കുറേ അധികം സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒരു 20% വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകളിലേക്ക് സ്പെക്കുലേഷൻ അല്ല ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 വയസ്സാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടെക്നോളജികളോ അല്ലെങ്കിൽ പല കാര്യങ്ങളാവില്ല അന്നത്തെ സമയത്ത്. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും തീർച്ചയായിട്ടും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നൊരു കമ്പനിക്ക് അത് പുതിയ ജനറേഷനും അവർക്ക് പുതിയ ടെക്നോളജികളും വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവർക്ക് ആ കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കമ്പനിക്കൊപ്പം നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളൊരു പക്ഷേ ഫിസിക്കലി തളർന്നിട്ടുണ്ടെങ്കിലും കമ്പനി ഫിസിക്കലി തളരില്ല, കമ്പനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡായിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിഫ്റ്റിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ചാർട്ടുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ സ്റ്റോക്കിൽ ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഫോളിംഗ് വെഡ്ജ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു 25,000ലേക്കുള്ള ഈ ഫോളിംഗ് വെഡ്ജ് എന്നുള്ള ഒരു ടെക്നിക്കൽ ടേമാണ്. അത് നിങ്ങൾ അതിനെപ്പറ്റി വറീഡ് ആവണ്ട. അത് കഴിഞ്ഞാൽ അവിടെ ആ ഫോളിംഗ് വെഡ്ജ് പാറ്റേൺ കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് വന്നാൽ നിഫ്റ്റി മൂവ് ചെയ്യുമ്പോൾ ഒരു 25,000 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടാർഗറ്റ്. അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റിമെൻറ്റ്സ് ചാർട്ട് ആണ് ഈ 24,056 നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി റാലിക്ക് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്.
ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു റാലി നമുക്ക് വളരെ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. ഇത് മറ്റൊരു ചാർട്ടാണ്, ഇതും മറ്റൊരു സെൻറ്റിമെൻറ്റ്സ് ചാർട്ടുകളാണ്. ഞാനിത് പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ചാർട്ടുകളാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം GCC കൺട്രീസിലുള്ള കുറേയധികം പേര് വളരെ പാനിക്കായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മാറിയത് ഒരു പക്ഷേ ഈ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബയേഴ്സ് ആയിരുന്നു എന്നുള്ളൊരു ഡാറ്റ ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫിഗേഴ്സ് കാണിക്കാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നോർമലായിട്ടുള്ള ഒരു റീറ്റെയിൽ ക്ലയൻറ്റിനൊന്നും മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ ഇത് ഫിനാൻഷ്യൽ എക്കണോമിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സും അതുപോലെ ടെക്നിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ്സും കമ്പനികളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു റിസർച്ച് അനലിസ്റ്റിൻ്റെ സർവീസിലൂടെയാണ് ഈ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. അത് ഒരു പക്ഷേ അതിലെത്താനായിട്ട് 10-20 വർഷമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ചെറിയൊരു ഫീസ് വാങ്ങിയിട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളൊരു ഫെസിലിറ്റിയാണ് ഇന്നുള്ളത്. ഞങ്ങളുടെ ഡേയ്സിലൊന്നും അങ്ങനെ ഒരു സർവീസേ ഇല്ല, ഒന്നുമില്ല. ഈവൻ ഒരു സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ കമ്പനിക്ക് ലെറ്റർ എഴുതിയിട്ട് അവർ മെയിലിൽ അയച്ചു തന്നു വാങ്ങിയ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പഠിച്ചിരുന്നൊരു കാലമുണ്ട്. പിന്നെ ഞാൻ ചെന്നൈയിൽ പഠിക്കാനായിട്ട് CA പഠിക്കുമ്പോൾ എനിക്കൊരു വലിയൊരു ഭാഗ്യം ലഭിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഫേമിൽ ഇന്ത്യയിലെ എല്ലാ ലിസ്റ്റഡ് കമ്പനിയുടെയും ബാലൻസ് ഷീറ്റ് അതിൻ്റെ ഒരു വർക്ക് വന്നു. അതായത് എല്ലാ കമ്പനികളുടെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള കമ്പനിയുടെ ആയിരുന്നു. അവരുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഈ ബാലൻസ് ഷീറ്റും P&L ഒരു പ്രത്യേക ഫോർമാറ്റിൽ ആ ഫിഗേഴ്സിനെ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ആക്ച്വലി ഞാൻ അന്ന് ജൂനിയറാണ്. പക്ഷേ പല സീനിയർ സ്റ്റാഫും 1-2 ബാലൻസ് ഷീറ്റ് ഒരു ദിവസം ചെയ്യുമ്പോൾ ഞാൻ 10 വരെയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സീനിയർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആകെ അത്ഭുതപ്പെട്ടു പോയി. അത് ഞാൻ ചെയ്യുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് അവിടെ തന്നെ അപ്പോൾ തന്നെ സാലറിയും കൂട്ടി തന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. കാരണം ബാലൻസ് ഷീറ്റ് അനലൈസ് ഞാൻ കമ്പനിയിലേക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾ അനലൈസ് ചെയ്യുന്നൊരു കാര്യം. അന്ന് ഒരു 5 എണ്ണമൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അന്നും ഫൈനാൻഷ്യൽ ഞാനൊരു വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ഫാമിലി എന്നല്ല. എൻ്റെ പാരൻസ് 2 പേരും ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്ന പൈസയ്ക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു കാര്യം. നമ്മൾ ഇന്ന് ഇത്രയധികം ഇൻഫോർമേഷൻസ് കൂടുതലാണ് എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഡെയിലി 1000 റെക്കമെൻഡേഷൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട്, ഈ ബഹളത്തിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കിട്ടാനായിട്ട് ഒരു റിസർച്ച് അനലിസ്റ്റ് സർവീസ്, അത് സ്പെഷ്യലി ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് പോലെ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ക്വാളിറ്റി സ്റ്റോക്കുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി ചെയ്യുന്ന ഒരു കമ്പനിയിൽ വരുമ്പോൾ നിങ്ങളുടെ ഫെയിലിയർ റേറ്റ് അവിടെ ഫെയിലിയർ ചെയ്യാനുള്ള ചാൻസ് ജസ്റ്റ് 5% വരികയാണ്. അപ്പോൾ ഞാൻ ഈവൻ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ ഒരു ക്ലയൻറ്റിനോട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ കൊടുത്തൊരു സ്റ്റോക്ക് ഇറങ്ങി നിൽക്കുന്നു, അത് 50% ഇറങ്ങി എന്നുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഇത് എൻ്റെ ഫെയിലിയറാണ്. ആ റെക്കമെൻഡേഷൻ ആക്ച്വലി 50% ഇറങ്ങി നിൽക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഷോർട്ട് ടൈമിലുള്ള ഒരു ഫെയിലിയർ തന്നെയാണ്. കാരണം വാങ്ങിയാൽ അങ്ങനെ തന്നെ മുകളിലേക്ക് റാലി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിരുന്നതല്ലേ കോവിഡിൻ്റെ സമയത്ത്. പക്ഷേ ഇപ്പോൾ ഒരു 50% ഇറങ്ങിയിട്ട് കുറേ കൂടെ ആഡ് ചെയ്ത് അതിനെ നമ്മളൊന്ന് റിപ്പയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, ഞങ്ങളതിന് കോമ്പൻസേഷനായിട്ട് ഒരു അഡീഷണലായിട്ട് ഞങ്ങളെപ്പോഴും ഒരു റെക്കമെൻഡേഷൻ, ഒരു ഡയമണ്ട് പിക്ക് 32A എന്നുള്ള റെക്കമെൻഡേഷൻ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾ ആ ക്ലയൻസിനെല്ലാം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുക്കുകയുണ്ടായി. അതിപ്പോൾ ആർക്കെങ്കിലും ലഭിക്കാത്തവരുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു ലോവർ ലെവലിലാണ് നിൽക്കുന്നത്. ഗൾഫ് വാർ താഴെയാണെങ്കിൽ ഈ ഡയമണ്ട് പിക്ക് 32A ഒരു ഹ്യൂജ് റാലി ചെയ്യും. കാരണം ഇവർ GCCയിലേക്കുള്ള എക്സ്പോർട്ടുകൾ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ആ സ്റ്റോക്ക് മൂവ് ചെയ്യാതിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്ലയൻസിനും വ്യൂവേഴ്സിനെയൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ടൊന്ന് പറയുന്നത്. നമ്മൾ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇപ്പോൾ 71.43 വന്നിരിക്കുകയാണ്. $120 വരെയൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ നിന്ന് റാലി ചെയ്യുമെന്ന് മനസ്സിലാക്കാനായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് തന്നെ കൃത്യമായിട്ട് ഇൻഡിക്കേഷൻസ് നൽകുന്നുണ്ട്. പക്ഷേ
ഇനി നിഫ്റ്റി 26,000 പോകുമ്പോഴാണ് മനസ്സിലാകുള്ളൂ എന്നുള്ളൊരു അവിടെ എത്തുമ്പോൾ വാങ്ങിയാൽ മതി. ബാക്കി നമുക്ക് നോക്കാം. ഇപ്പോൾ മറ്റൊരു കാര്യം ഇന്നലെ വന്നൊരു വലിയൊരു ന്യൂസാണ്. ആമസോൺ ഇന്ത്യയിൽ $48 ബില്യൺ AI ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതും അതിന് വേണ്ടിയിട്ട് ആമസോണിൻ്റെ CEO ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മീറ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഇന്നലെ വരികയുണ്ട്. അപ്പോൾ ഒരു 48 ബില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, 4,52,640 crores ആണ്. ആ ഒരു ഹ്യൂജ് എമൗണ്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അത് അത്രയും എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും. എന്താണ് ഇവർ ഇന്ത്യയിൽ വന്ന് ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യയുടെ ആ പോപ്പുലേഷനും ഇന്ത്യയിൽ വരാൻ പോകുന്ന ഒരു ഡെവലപ്മെൻറ്റ്സും കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഒക്കെ നമുക്ക് വലിയ രീതിയിലുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള വലിയൊരു ഈ ന്യൂസ്, ഇവർ ആമസോൺ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് AI കമ്പനികളുടെ കോസ്റ്റ്, ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെയൊക്കെ കോസ്റ്റ് വലിയ രീതിയിൽ കുറയും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ പ്രോഫിറ്റുകൾ കൂടും എന്നുള്ളൊരു വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഡാറ്റാ സെൻറ്റർ പാർട്ട്ണർ കമ്പനീസ് ഇനി വളരെ പെട്ടെന്ന് വലിയ രീതിയിലേക്ക് പോകും. ഞങ്ങൾ ഡാറ്റാ സെൻറ്ററിൻ്റെ ഒരു കമ്പനിയായിരുന്നു. ഞങ്ങൾ ഒരു വർഷം മുമ്പ് ഞങ്ങളിത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ആയിരുന്നു ബ്ലാക്ക് ബോക്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളെയും എക്സ്പീരിയൻസിലൂടെയാണ് നമുക്കൊരു വർഷമോ 2 വർഷം മുമ്പ് കഴിഞ്ഞിട്ട് എന്ത് നടക്കുമെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് വരുന്നത്. അല്ല ഇപ്പോഴും ബ്ലാക്ക് ബോക്സ് ഇവിടെ നിന്ന് 10% കയറുമോ എന്ന് ചോദിച്ച് തന്നെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെയല്ല നമ്മൾ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. അതിലൊരു 10% കയറി ഇനിയും പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ വെൽത്ത് ബിൽഡ് ചെയ്യുന്നത് ഈ സ്റ്റോക്ക് 100% കയറുമെന്ന് മനസ്സിലാക്കുന്ന, അതിനെ സഹായിക്കുന്നവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ്. അവിടെ ഒരു നിസ്സാര ഒരു ഫീ ഷെയർ ചെയ്യാനായിട്ട് പലരും മേടിക്കാറുണ്ട്. ഞാനെപ്പോഴും ഞാനിന്ന് എവിടെയെങ്കിലും ക്ലാസ്സസ് എടുക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മലയാളികളുടെ എസ്പെഷ്യലി ഒക്കെ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഫ്രീ ആയിട്ട് ലഭിക്കുമോ അതാണ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ഈവൻ ജിമെയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോലും ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ ഉപയോഗിക്കുള്ളൂ. അതിലൊരു ചെറിയ ഒരു 500 rupees കൊടുത്താൽ പോലും നമുക്കത് പെയ്ഡായിട്ടുള്ള ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിൽ കുറേ ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. കാരണം നമുക്കതിൽ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നു, നമ്മൾക്ക് എവിടെയെങ്കിലും ഡിസ്ട്രപ്ഷൻസ് ഇല്ലാതെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പെയ്ഡായിട്ടുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ സമ്മതിക്കുകയുള്ളൂ. കാരണം അത് ആരെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമുക്ക് ഇട്ട് പണി തരും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറാണ്, അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർ നമ്മളെ ഉപദ്രവിക്കില്ല. ഒരു പക്ഷേ റേറ്റ് കൂട്ടുമായിരിക്കും, പക്ഷേ ഒരിക്കലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ എപ്പോഴും നമ്മളത് മനസ്സിലാക്കുക. സ്റ്റുഡൻസ് എന്നുള്ള ലെവലിൽ ആ സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളത് ഉപയോഗിക്കുക. അതിനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏണിംഗ് കപ്പാസിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ ഫ്രീയുടെ പിന്നിൽ പോകരുത്. അതേസമയം പല കാര്യങ്ങളിലും നമ്മൾ പെയ്ഡായിട്ടുള്ള സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി, ഏത് സർവീസ് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ഔട്ട്പുട്ടിനെയാണ് അത് വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു സെബിയുടെ ഒരു അപ്രൂവൽ ഞാൻ രാകേഷ് ജുഞ്ചുമാല സാറും കൂടെ ഇരിക്കുന്ന ഒരു മെൻറ്റർ, എനിക്കൊരു മെൻറ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആയത്. അതുപോലെ നിങ്ങൾക്കും ഒരു മെൻറ്റർ വേണം അറ്റ്ലീസ്റ്റ് തുടങ്ങുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് ഞങ്ങളൊരു ഏത് റിസർച്ച് അനലിസ്റ്റും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പ്രിൻറ്റ് മീഡിയയിലൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റ് പോകണമെങ്കിൽ സെബിയിലേക്ക് ഇതിൻ്റെ അപ്രൂവലിന് അയക്കണം. അഡ്വർടൈസ്മെൻറ്റ് അതിനൊരു ഫീസ് അടച്ച് തന്നെ അപ്രൂവലിന് അയക്കണം. അപ്പോൾ അത് അയച്ചപ്പോൾ അവർ ഈ രാകേഷ് ജുഞ്ചുമാല സാർ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാനിരിക്കുന്ന ഫോട്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അവർ ചോദിച്ച ചോദ്യങ്ങൾ ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ അതിൽ ഞങ്ങളതിന് കൃത്യമായിട്ട് മറുപടി നൽകി. എങ്ങനെയാണ് ഞാനും അദ്ദേഹമായിട്ടുള്ള ബന്ധം, ഞാൻ ജിയോജിത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അദ്ദേഹം അവിടെ ആ സമയത്ത് ഡയറക്ടർ ആയിരുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ഫെഡറൽ ബാങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 88 നൽകിയൊരു കാര്യം, ആ സ്റ്റോക്ക് തന്നെ 50 rupees താഴെ വരുന്ന സമയത്തിന് അദ്ദേഹത്തിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ സാധിച്ച കാര്യമൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് ഒരു അഡ്വർടൈസ്മെൻറ്റ് അപ്രൂവ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാനിത് പബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ
എൻ്റെ ഞങ്ങളുടെ ആ റിസർച്ച് അനലിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നുള്ളവർ മുഴുവൻ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇത് വയലേഷനാണ്, നിങ്ങൾക്ക് വലിയ ഫൈൻ വരും, പെനാൽറ്റി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ് ഒരു കാര്യവും ലീഗൽ വയലേഷനായിട്ട് ചെയ്യില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഞാനിത് കൃത്യമായിട്ട് അപ്രൂവൽ എടുത്ത് ചെയ്തിരിക്കുന്നതാണ്. അതിന് കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഡൽഹിയിൽ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ ഞങ്ങളുടെ കംപ്ലയിൻസ് ടീം ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ഏറ്റവും സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഇതുവരെ അവർ കണ്ടിട്ടുള്ള ആഡ് ഇതാണ്, ഇത് സെബി അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എല്ലാം ഫൈനാണ്, നിങ്ങൾ ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് കംപ്ലയൻസോടുകൂടി പോവുക. അതിൽ ഒരു പക്ഷേ കുറേ റവന്യൂ ഒക്കെ നമുക്ക് കുറഞ്ഞു എന്നിരിക്കും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നിരിക്കും. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസത്തിൽ ഒരു ക്ലയൻറ്റ് നമുക്കൊരു മെസ്സേജ്, ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടൊരു മെസ്സേജ് അയച്ചതാണ്. യു ആർ ദ മെൻറ്റർ ഓഫ് എവരി മലയാളി, ദ കോൺഫിഡൻസ് യു ഹാവ് ഗിവൺ ഈസ് വാട്ട് എനാബിൾസ് എവരി മലയാളി ടു സ്റ്റാൻഡ് സ്ട്രോങ് ആൻഡ് സക്സസ്ഫുൾ ഇൻ ദ മാർക്കറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു AI കമ്പനിയുടെ ഹെഡ് ഉണ്ട്, അദ്ദേഹം എനിക്ക് അതിനൊരു റിപ്ലൈ ആണ്, ഇഫ് എവരി മലയാളി ഫോളോ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ലേണിംഗ് ക്ലാസ്, അവർ ഡെറ്റ് സ്റ്റേറ്റ് ക്യാൻ ബിക്കം റിച്ച് സ്റ്റേറ്റ്, അവർ എഡ്യൂക്കേഷൻ ടു ബി റിന്യൂഡ്, ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി എ സബ്ജക്റ്റ് അറ്റ് പ്രൈമറി ക്ലാസ് എന്നുള്ളത്. ഇതാണ് ശരിക്കും അദ്ദേഹം ഒരു ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ AI പ്രൊജക്റ്റൊക്കെ അദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ടും എല്ലാ സ്കൂളുകൾക്കും അവരൊരു AI പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവരി സ്റ്റുഡൻറ്റിന് ഒരു AI ഏജൻറ്റ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള അതുപോലെയുള്ള വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഇത്. പ്രൈമറി ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പഠിപ്പിക്കാതിരിക്കൊണ്ടാണ് ഈ കുട്ടികളൊക്കെ ഇപ്പോഴൊരു ജോലിയിലെത്തുമ്പോൾ ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യത്തിൽ പോയി ട്രേഡ് ചെയ്ത് വെൽത്ത് നശിപ്പിച്ച് എന്നെ എത്രയോ പേര് പാരൻസ് അടക്കം വിളിക്കുന്നുണ്ടെന്ന് അറിയുമോ, മക്കൾ ഇത്രയും പൈസ നശിപ്പിച്ചു, ട്രേഡ് ചെയ്ത് നശിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇവർ ബേസിക്കലി ഇത് എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പലരും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ അല്ല ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രോക്കറും നിങ്ങളോട് പറയില്ല ഇനി ട്രേഡ് ചെയ്യാനായിട്ട്. പക്ഷേ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ഇൻകം കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ബ്രോക്കർ ഈ ഒരു സ്ഥലം വാങ്ങാൻ പറഞ്ഞാൽ നമ്മൾ പറയും അത് എനിക്ക് പറ്റിയതല്ല, വേറെ സ്ഥലം കാണിക്കാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓപ്ഷൻ നമ്മൾ കൃത്യമായിട്ട് ഒരു ബ്രോക്കറുടെ അടുത്ത് പറയാൻ നമുക്ക് പറ്റണം. അതായത് നമ്മളൊരു മെഡിസിൻ മേടിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നേരിട്ട് പോകാറില്ലല്ലോ. എല്ലാ മെഡിസിനും മെഡിക്കൽ ഷോപ്പിലുണ്ട്. പക്ഷേ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് കൃത്യമായിട്ട് മെഡിസിൻസിൻ്റെ കുറിപ്പായിട്ടാണ് മെഡിക്കൽ ഷോപ്പിൽ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ബ്രോക്കറുടെ അടുത്ത് പോകുമ്പോൾ അവരോട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറയരുത്. നമ്മൾ പറയേണ്ടത് ഒരു റിസർച്ച് അനലിസ്റ്റ് എന്നുള്ള സെബി എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ ഇത്ര സ്ട്രിക്റ്റായിട്ട് കംപ്ലയിൻസോടുകൂടി ചെയ്തിരിക്കുന്നത്? സ്റ്റോക്ക് സെലക്ട് ചെയ്യാനായിട്ട് അവരെയാണ് അതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഒരു ബ്രോക്കർ ഇൻട്രസ്റ്റഡ് പാർട്ടിയാണല്ലോ, കാരണം അവർക്കൊരു സ്റ്റോക്ക് മേടിക്കുകയും അവർ വിൽക്കുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഇൻകം വരുന്നത്. അപ്പോൾ അവരൊരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ് അതിൽ. അതായത് ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ വിൽക്കുക എന്നുള്ളതാണ് അവർക്ക് അതിൽ താല്പര്യം. അതേസമയം ഇന്ത്യയിലെ ഒരേ ഒരു റിസർച്ച് അനലിസ്റ്റ് ഒരു സ്റ്റോക്ക് 100% വരെയും ഹോൾഡ് ഫോർ ടാർഗറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലറ്റിക്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എവിടെ സോഷ്യൽ മീഡിയയിൽ എവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്തോളൂ. അതിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ഡയമണ്ട് പിക്കിൽ 100% ടാർഗറ്റുള്ള സ്റ്റോക്കുകളാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ പിക്കിൽ 50% ടാർഗറ്റുള്ള സ്റ്റോക്കുകളാണ് കൊടുക്കാറുള്ളത്. വെൽത്ത് ബിൽഡർ എന്നുള്ള പാക്കിൽ 40% ടാർഗറ്റുള്ള സ്റ്റോക്കുകളാണ്. അതേസമയം മാർക്കറ്റിനെ പഠിക്കാനായിട്ടുള്ള ഉദ്ദേശിച്ചവർക്ക് സ്വിംഗ് ഡെലിവറി എന്നുള്ള പാക്കിൽ ഞങ്ങൾ 15% ടാർഗറ്റുള്ള സ്റ്റോക്കുകളാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെയും ഈ പെർസെൻറ്റേജിൽ ഡിഫറൻസ് ഉള്ള പാക്കുകൾ മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ സ്പെക്കുലേഷൻ്റെ കാര്യത്തിലേക്ക് ഞാൻ പോകാറില്ല, ഞങ്ങൾ ഒരിക്കലും അഡ്വൈസ് ചെയ്യാറില്ല. അതിലല്ല വെൽത്ത് ബിൽഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പലരും റിട്ടയർമെൻറ്റിന് ശേഷം വലിയ ഹ്യൂജ് വെൽത്ത്, അതായത് മോർ ദാൻ 50 crores വെൽത്തുള്ളവർ ഈ ഫ്യൂച്ചറും ഓപ്ഷനും 10 ലോട്ടും അല്ലെങ്കിൽ 5 ലോട്ടൊക്കെ വാങ്ങി സമയം വേണ്ടി ചെയ്യുന്നത്. അവരോട് ഞാനിത് ചെയ്യരുതെന്ന് പറയില്ല. കാരണം
അവർക്കതൊരു കാലത്തൊട്ട് വൈകുന്നേരം വരെ ഒരു ചീട്ട് കളിക്കുന്ന പോലെ ഒരു രസമാണ്. അപ്പോൾ അത് ചെയ്തോട്ടെ, പക്ഷേ നിങ്ങളത് വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ വലിയ റിസ്ക്കാണ്. അവിടെ വളരെയധികം ശ്രദ്ധിക്കണം. ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ എല്ലാ ക്ലയൻസും ഞങ്ങളുടെ ഒരു വാട്സപ്പ് നമ്പറായിട്ട്, എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോഴും സ്റ്റാറ്റസുകൾ പലതും ഇടാറുണ്ട്. എസ്പെഷ്യലി അത് ഉദ്ദേശിക്കുന്നത് യങ്ങറായിട്ടുള്ളവർക്ക് കൂടുതൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയക്കുക എന്നുള്ളതാണ് അതിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ സജീഷ് സെയ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും അവർക്ക് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ നമ്മളതിൽ ഇൻഫർമേഷൻസ് ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് റീസെൻ്റായിട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് സജീഷ് സെയ്സ് എന്നുള്ള ഒരു സെഗ്മെൻറ്റ്. അതിലൂടെ നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കുകളെ കുറിച്ച് മാത്രമാണ് അതിൽ സംസാരിക്കുക. പക്ഷേ എപ്പോഴും നിങ്ങൾ സ്വന്തം ഐഡിയ കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. അതും ഇൻട്രാഡേക്കോ എന്നുള്ള റെക്കമെൻഡേഷൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലയൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എത്ര ദിവസത്തേക്കുള്ളതാണെന്ന്. ഒരു പക്ഷേ നിങ്ങൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ മിനിമം ഒരു മാസമെങ്കിലും ഹോൾഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടൊക്കെ എത്തിയേക്കാം, പക്ഷേ ഒരു മാസമെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യാൻ തയ്യാറായിരിക്കണം. മാർജിൻ ഉപയോഗിച്ച് വാങ്ങാതിരിക്കുക, കടം മേടിച്ച പൈസ വാങ്ങാതിരിക്കുക, അതുകൊണ്ടൊക്കെ വാങ്ങാതിരിക്കുക. ഇതൊക്കെ ആണ് ബേസിക് പാഠങ്ങൾ. കാരണം അതൊക്കെ നമ്മുടെ ഫെയിലിയർ റേറ്റ് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കടം മേടിക്കുക, പൈസ കൊണ്ട് ചെയ്യാതിരിക്കുകയും നമ്മൾ മാർജിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ മാർക്കറ്റിന് ഫ്ലക്ച്വേറ്റ് ചെയ്യിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ മാർജിൻ ഉപയോഗിച്ചവരോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു 10 ദിവസം കൂടുതൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവരും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാനായിട്ടുള്ളവർ അപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ട്രാപ്പിൽ വീഴാതെ ഒഴിഞ്ഞു മാറിപ്പോകാനാണ് സ്വന്തം കയ്യിലുള്ള കാശ് കൊണ്ട് ഒരു മാസമെങ്കിലും അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഹോൾഡ് ചെയ്യാൻ തയ്യാറുള്ളവരാണ് ഈ സജീഷ് സെയ്സ് എന്നുള്ള സ്റ്റോക്ക് വാങ്ങേണ്ടതെന്നുള്ളൊരു അഡ്വൈസാണുള്ളത്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ അയച്ചൊരു സ്റ്റാറ്റസ് ആയിരുന്നു, റീഡ് ദ എക്കണോമിക് ടൈംസ് എവരി ഡേ ആൻഡ് യു വോണ്ട് ജസ്റ്റ് ഫോളോ ദ മാർക്കറ്റ്, യു വിൽ സ്റ്റേ 1 സ്റ്റെപ്പ് എഹെഡ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ വിടുകയുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചെന്നൈയിൽ ഞാൻ CA പഠിക്കുന്ന സമയത്ത് നുങ്കമ്പാക്കത്തുള്ള CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റീജിയണൽ കൗൺസിൽ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ കാലത്ത് 8:30 എത്തിയാലാണ് നമുക്ക് അതിൽ സീറ്റ് കിട്ടുള്ളൂ ഇരുന്ന് പഠിക്കാനായിട്ട്. കാരണം അവിടുത്തെ സ്റ്റുഡൻസ് അവിടെയാണ് ഇന്ന് പഠിക്കുക. വളരെ സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ എല്ലാ മാഗസിൻസും ബുക്സും എല്ലാം കിട്ടും. അപ്പോൾ അവിടെ 8:30 ആകുമ്പോഴേക്കും ഡോറ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊക്കെ അവിടെ നിന്ന് സീറ്റ് തുറക്കുമ്പോൾ ഓടിപ്പോയി പിടിക്കുക. പക്ഷേ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് എക്കണോമിക് ടൈംസ് വായിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാറില്ല, പക്ഷേ ഓവർ പീരിയഡ് എനിക്ക് എക്കണോമിക് ടൈംസിൽ നിന്നും കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടുതലായതുകൊണ്ട് അത് ഉപേക്ഷിക്കാതെ ഒരു 2 മാസമെങ്കിലും നിങ്ങളത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേയധികം ഇൻ്റലിജൻസ് കിട്ടും. അതായത് മാർക്കറ്റിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റ് കിട്ടില്ല, പക്ഷേ മാർക്കറ്റിന് മുമ്പേ പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാൻ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഞങ്ങൾ ബേസിക്കലി ഞങ്ങളുടെ കമ്പനിയിൽ വാങ്ങുന്ന ന്യൂസ് പേപ്പേഴ്സ് തന്നെയാണ് ഈ കാണുന്നത്. ബിസിനസ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അതുപോലെ എക്കണോമിക് ടൈംസ് ആണെങ്കിലും ഇതെല്ലാം ഞങ്ങൾ വാങ്ങുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും എല്ലാം ഒരാൾക്കൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളൊരു ടീമിൽ പലരുമായിക്കാണ് ഇത് വായിക്കുന്നത്. അതുപോലെ തന്നെ പല മാഗസിൻസും ഞങ്ങൾ വാങ്ങാറുണ്ട്, വായിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നോളേജ് ബിൽഡ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന പല കാര്യങ്ങളാണല്ലോ. ഇതിലെല്ലാം പല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പല ഓതേഴ്സും എഴുതുന്ന കുറേ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഇപ്പോൾ എനിക്ക് 50 വയസ്സ് കഴിഞ്ഞു, എനിക്ക് വലിയ നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിതൊന്നും വായിക്കാതിരുന്നാൽ നമ്മൾ ഔട്ട് ഓഫ് ഫീൽഡിൽ നിന്ന് തന്നെ ഔട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഈവൻ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ, ഞാൻ ഹൗസ് വൈഫിൻ്റെ ഞാൻ പറയുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ പറയുക. കാരണം എൻ്റെ വൈഫൊക്കെ ചെയ്യുന്ന വർക്ക് എനിക്കൊരു ദിവസം ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം അത്രയധികം വർക്ക് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഇപ്പോൾ ഇത്ര ന്യൂസ് പേപ്പേഴ്സ് വായിക്കാനോ അല്ലെങ്കിൽ മാർക്കറ്റ് അനലൈസ് ചെയ്യാനോ ഒന്നും സമയം കിട്ടണമെന്നില്ല. അത് സമയം എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്റ്റോക്ക് ആരെങ്കിലും വിളിച്ച് പറഞ്ഞത് വാങ്ങിക്കഴിഞ്ഞാൽ ലോസ് വരും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു പ്രൊഫഷണൽ സർവീസ് ഉപയോഗിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും ഒരു റിസർച്ച് സർവീസ് നിങ്ങൾ എടുക്കുമ്പോൾ റിസർച്ച് അനലിസ്റ്റ് കമ്പനി ആണെങ്കിലോ ഇൻഡിവിജ്വൽ ആണെങ്കിലോ അവരുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യുക, എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുക,
അതിനൊക്കെ ഉപരി അവരുടെ ഇൻറ്റഗ്രിറ്റിയും ട്രാക്ക് റെക്കോർഡും ചെക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഞാൻ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത ബുക്ക് ക്രിയേറ്റ് വെൽത്ത് വിത്ത് കോൺഫിഡൻസ് വലിയ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ പലർക്കും കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വലിയ രീതിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ക്ലയൻസിനും വ്യൂവേഴ്സിനും ഞാൻ വലിയ നന്ദി പറയുകയാണ്. ഈ ബുക്ക് NRIസിന് ഒരുപക്ഷെ വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കിൻഡൽ എഡിഷൻ നിങ്ങൾക്ക് റൈറ്റിൽ കാണാൻ സാധിക്കും. കിൻഡൽ എഡിഷൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോട്ട് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഈ ബുക്കിന് ഒരു പക്ഷേ 1900 ആണ് പ്രൈസ് വരുന്നത്. അതിൽ ഡിസ്കൗണ്ട് പ്രൈസ് 1600 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞാനൊരു ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ ഹിന്ദി എഡിഷൻ കംപ്ലീറ്റഡ് ആണ്. അത് ഓൾമോസ്റ്റ് വിതിൻ ഒരു 15 days അത് പബ്ലിഷ് ആവും. അതുപോലെ തന്നെ വേറൊരു രണ്ടാമത് ബുക്കിൻ്റെയും കൂടെ പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇതൊരു ക്ലിയർ ആയിട്ടൊരു 1 crore ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഉള്ള ഒരു റോഡ് മാപ്പാണ് ഈ ബുക്ക് നൽകുന്നതെന്നുണ്ടെങ്കിൽ ആ പുതിയ ബുക്ക് ഒരു പുതിയതായിട്ട് വരുന്നവർക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബുക്ക് സ്കൂൾസിൽ പോലും അവരുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അത് റീസെൻ്റ്ലി വരും. അതിനെ ഞാൻ മാക്സിമം ഒരു പ്രൈസ് താഴെ ആക്കി ആണ് കോട്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എഴുതിയ ഈ ബുക്ക് എനിക്കറിയാം ഇന്ത്യയിൽ 1% പേര് പോലും വായിക്കാൻ പോകണമെന്നില്ല എന്ന് എനിക്കറിയാം. കാരണം അവരെല്ലാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബഹളം ഉണ്ടല്ലോ, അവിടെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനും അല്ലെങ്കിൽ ഇന്ന് മേടിച്ച് നാളെ വിറ്റ് അല്ലെങ്കിൽ മറ്റന്നാൾ മേടിച്ച് വിറ്റ് ഇതിലായിരിക്കും അവരൊന്നും എനിക്ക് നന്നാക്കാൻ സാധിക്കില്ല. പക്ഷേ 1% പേരെങ്കിലും എനിക്ക് നന്നാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വലിയൊരു സക്സസ് ആയിട്ട് തന്നെ ഞാൻ കാണും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ എക്കണോമിക് ടൈംസ് വായിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ആ മെസ്സേജ് ഇട്ടപ്പോൾ എൻ്റെ ഒരു ലേഡി ക്ലയൻ്റ് ഉണ്ട്, ഒരു ശ്രീരാമായിട്ട് എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചതാണ്, സാർ ബിസിനസ് ലൈൻ ഈസ് ഓൾസോ ദ സെയിം അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു മെസ്സേജ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ബിസിനസ് ലൈൻ എപ്പോൾ മാർക്കറ്റിൻ്റെ ഒപ്പം പോകുന്നതാണെങ്കിൽ എക്കണോമിക് ടൈംസ് മാർക്കറ്റിന് കുറച്ച് മുകളിൽ പോകും, അതായത് മുമ്പ് പോകാം, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോളേജ് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അതേസമയം എക്കണോമിക് ടൈംസ് ഇപ്പോൾ ഞാനും എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും ഇത് രണ്ടും വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് ടൈംസ് എന്നുള്ള പേപ്പർ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണുന്ന എക്കണോമിക് ടൈംസ് .india.times.com പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേപ്പറായിട്ട് നമുക്ക് ഡെയിലി ഓൺലൈനിൽ വായിക്കാനും സാധിക്കും എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ഇന്ന് ഉണ്ട്. മുമ്പൊക്കെ ഇത് വാങ്ങാൻ വേണ്ടി തന്നെ എനിക്ക് തൃശ്ശൂരൊക്കെ പോകേണ്ടി വരാറുണ്ട് മുമ്പൊക്കെ. അതൊരു ഒരു സമയമൊക്കെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിൽ വന്ന് കിടക്കുന്നുണ്ട്. ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ്, എനിക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പുതിയവർക്ക് വേണ്ടിയിട്ട് ഉള്ള കുറേ കാര്യങ്ങൾ ഞാൻ പുതിയ ബുക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഒരു ഡയറക്ടറുണ്ട്. നിങ്ങളാരും ഇതുവരെ ഞാനത് മനഃപൂർവ്വം പറയാതിരിക്കുക അല്ലെങ്കിൽ ഞാൻ കാണിക്കാതിരുന്ന അതാണ് എൻ്റെ മകള് ശ്രീലക്ഷ്മി സജീഷ്. ഇത്തവണത്തെ നമ്മുടെ സമ്പാദ്യം എന്ന മാഗസിനിൽ നിക്ഷേപകർക്കായി ടെക്നിക്കൽ അനാലിസിസിൻ്റെ ആദ്യ പാഠങ്ങൾ, അതായത് ടെക്നിക്കൽ അനാലിസിസ് നിക്ഷേപകർ എങ്ങനെ ഉപയോഗിക്കണമെന്ന്. ടെക്നിക്കൽ അനാലിസിസ് ട്രേഡിങ് അല്ലെങ്കിൽ സ്പെക്കുലേഷനിലാണ് പലരും ഉപയോഗിക്കുന്നത്. പക്ഷേ നിക്ഷേപകർക്ക് ഈ സ്റ്റോക്കിൻ്റെ ട്രെൻഡുകൾ മനസ്സിലാക്കാനും ആ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കിൽ എൻട്രി എടുക്കാനും അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനും എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊരു ആർട്ടിക്കിളാണ് ശ്രീലക്ഷ്മി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ആദ്യത്തെ ഒരു ആർട്ടിക്കിളാണ് ഇത്. അപ്പോൾ സമ്പാദ്യം ടീം അവർ റിക്വസ്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഞാൻ കുറേ വർഷമായിട്ട് പറയുന്നതാണ്, പല ക്ലയൻസും ചോദിക്കുന്നു ഇത് ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി ആരെങ്കിലും എഴുതുമോ എന്നുള്ളത്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി എഴുതാനൊന്നും സമയമില്ല. കാരണം മാർക്കറ്റ് മാപ്സ് എന്നുള്ളൊരു ആർട്ടിക്കിൾ തന്നെ ഞാൻ എഴുതുന്നത് വളരെ പലപ്പോഴും ലേറ്റ് നൈറ്റ് ഇരുന്ന് 11:00-ക്കും 12 മണിക്കൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഒരു 21st കൊടുക്കുന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി വളരെ നല്ല രീതിയിൽ ആർട്ടിക്കിൾ പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് മാക്സിമം എല്ലാവരും വായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു ജനറേഷന് കുട്ടികൾക്കുള്ള ഒരു മെസ്സേജായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ മക്കളോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഒരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അത് കുട്ടികൾ എസ്പെഷ്യലി സ്റ്റുഡൻസ് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എൻ്റെ മകൻ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചൊരു ചോദ്യം അത് വന്നപ്പോഴാണ് ഞാനിത് ആലോചിച്ചത്. അപ്പോൾ എന്തിനാണ് അച്ഛൻ എല്ലാ ദിവസവും 4 മണിക്ക് എഴുന്നേൽക്കുന്നത്? നമ്മളിപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഇത്രയും ഇതായില്ലേ, ഇനി എന്തിനാ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഇത്രയും എംപ്ലോയീസ് ഉണ്ട്, അവരിത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഓഫീസിൽ വന്നില്ലെങ്കിലും എൻ്റെ ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നടക്കും. ഈവൻ ഡയമണ്ട് പിക്കോ ഒരു ഗോൾഡൻ പിക്കോ ഒക്കെ ഞാൻ ആണ് നേരിട്ട് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീനിയറായിട്ടുള്ള 2-3 പേരാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ കാലത്ത് എഴുന്നേറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങൾ വായിക്കുക അതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അത് നമ്മൾ ലൈഫ് അവസാനിക്കുന്നത് വരെയും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ രാകേഷ് ജുവാല സാറ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ എൻ്റെ അവസാനത്തെ ദിവസം പോലും ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ് ചെയ്തിട്ട് വേണം മരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു വാക്ക്. അത് എത്ര ശരിയായിരുന്നു എന്നുള്ളത്. കാരണം അത് ലൈഫ് അത്ര എൻജോയ് ചെയ്തിട്ടുണ്ട് അവസാന ദിവസം വരെ. അപ്പോൾ അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നമുക്ക് എത്ര വയസ്സായാലും നമുക്കറിയാം, നമ്മുടെ വേൾഡിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫെ 95 ഇയേഴ്സിലും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നത് അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് ആയതുകൊണ്ടാണ്. കാരണം ഡെയിലി അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആക്റ്റീവാണ്, ഇത്രയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഡെയിലി. അദ്ദേഹം ഫുള്ളി എൻഗേജ്ഡ് ആണല്ലേ. അപ്പോൾ ഫുള്ളി എൻഗേജ്ഡ് ആകുമ്പോൾ നമുക്കൊരു റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്ന ഒന്നുമില്ല സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ അത് നമ്മുടെ ലൈഫ് സ്പാനെയും ഇൻക്രീസ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ട്രേഡേഴ്സും സ്പെക്കുലേറ്റേഴ്സിനും ഈ ലൈഫ് സ്പാൻ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അനുഭവമാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പോഴൊരു ഇതൊരു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാന്നുള്ളൊരു മെസ്സേജ് കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് 6 മണിക്കാണെങ്കിൽ അതിന് തൊട്ട് മുമ്പ് റഫ്ലി ഒരു 1 മണിക്കൂർ 36 മിനിറ്റ് മുമ്പാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അതായത് 6 മണിക്കാണ് ഉദിക്കുന്നതെന്നുണ്ടെങ്കിൽ അന്ന് 4:24 മുതൽ 5:12 മുതലുള്ള മോർണിംഗ് ടൈമാണ് ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് വലിയ രീതിയിൽ കോൺസെൻട്രേഷൻ കിട്ടും, ഒരു ഡിസ്റ്റർബൻസസ് ഉണ്ടാകില്ല. ആ സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ ഡയമണ്ട് പിക്സൊക്കെ ഞങ്ങൾ ഫൈനലിസ്റ്റ് ചെയ്യുന്നത് ആ സമയത്താണ്. ആ സമയത്തായിരിക്കും ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ഞങ്ങളെല്ലാവരും ആ സമയത്ത് എഴുന്നേൽക്കുന്നുണ്ടാവും. ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പലപ്പോഴും 4 മണിക്കും 6 മണിക്കും ഇടയിലായിരിക്കും. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഈ സജീഷ് എന്നുള്ള റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻഫോർമേഷൻസ്, ഞങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൊടുത്ത 3-4 ഇൻഫർമേഷൻസ് കാണാം. CDSLനെ കുറിച്ച് ട്രേഡിംഗ് അറ്റ് 1270, അടുത്തൊരു മൂവ്മെൻറ്റ് ക്യാൻ മൂവ് അപ്പ് ടു 1370 എന്നുള്ളൊരു അതാണൊരു സപ്ലൈ സോൺ എന്നുള്ളത്. അതുപോലെ IDBI ബാങ്കിൽ ഞങ്ങൾ കൊടുത്തത് ഒരു 82 ലെവലിൽ നിന്നും അടുത്തൊരു മൂവ്മെൻറ്റ് 90-92 ലെവലിലായിരിക്കും അതിൻ്റെ ഒരു സപ്ലൈ സോൺ എന്നുള്ളത് വേറൊരു ഇൻഫർമേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ. മറ്റൊന്ന് TMCV ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇൻഫർമേഷൻ ആയിരുന്നു. 414 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു സപ്ലൈ സോൺ 430-455 ലെവലിലായിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചായിരിക്കും അതിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മൈൻഡോട് അപ്ലൈ ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചൊരു ഭയമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മളിപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്കൊരു എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടതെന്ന്. എസ്പെഷ്യലി ഡോക്ടേഴ്സും അതുപോലെ വലിയ ബിസിനസ്സുകാരും ഒക്കെ അവർ ഏൺ ചെയ്യാനായിട്ട് അവർക്ക് അറിയാം. പക്ഷേ ആ ഏണിങ്ങിനെ എങ്ങനെ ആ ഏൺ ചെയ്ത വെൽത്തിന് അത് സ്വയം വീണ്ടും എങ്ങനെ മുന്നോട്ട് വെൽത്ത് സ്വയം ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള രീതിയിലേക്ക് അതിന് ഡിസൈൻ ചെയ്യാനായിട്ടാണ് പലർക്കും അറിയാത്തത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ആ ഒരു വെൽത്ത് അറ്റ്ലീസ്റ്റ് ഒരു 1 crore എന്നുള്ളത് ഞാൻ പറയുന്നത് 1 crore നിർത്താനല്ല. ഇപ്പോൾ എൻ്റെ ക്ലയൻസ് പലരും ഡയമണ്ട് പിക്ക് 10 തുടങ്ങിയ പലരും എനിക്കറിയാം 8 കോടിയും 10 കോടിയൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ റിട്ടയർ ചെയ്യാം.
കാരണം അവർക്കിനി ഈ പോർട്ട്ഫോളിയോ ജസ്റ്റ് മാനേജ് ചെയ്തുകൊണ്ട് വെറുതെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് കാലത്തൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു സിനിമയും കണ്ടൊക്കെ ഇരുന്നാൽ പോലും അവർക്ക് ജീവിക്കാം. അപ്പോൾ അതാണ് ഒരു 10 crores പോർട്ട്ഫോളിയോക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ റിട്ടയർമെൻറ്റ് മുമ്പ് നല്ല രീതിയിൽ ഒരു 30 ഏജിലൊക്കെ അത് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി NRIസിനും ഡോക്ടേഴ്സിനും അതുപോലെ പ്രൊഫഷണൽസിനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു ബിസിനസ്സുകാരനൊക്കെ സ്വന്തം വൈഫിന് ഇതുപോലെ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് ഈ സ്പെക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ആരും ഉപദേശിച്ചാലും അതിലേക്ക് പോകരുന്നുള്ള കാര്യം കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ നിങ്ങളൊക്കെ കൂടുതൽ ഇൻകം ഓരോ മാസവും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യും. അത് എൻ്റെ ക്ലയൻസിൻ്റെ പലരുടെയും അനുഭവമാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കുന്ന ഹൗസ് വൈഫിനെ നമ്മളെക്കാൾ കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നവരായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ സ്റ്റാഫ് അവർ പലരും IITയും IIMും അതുപോലെ വലിയ പ്രൊഫഷണൽസും ഒക്കെ ആയിട്ടുള്ളവരാണ് അവർ മാനേജ് ചെയ്യുന്നതല്ലേ. ഒരാളെ നമുക്ക് ഒരു കമ്പനി തുടങ്ങി അതിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കില്ല, എംപ്ലോയി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നല്ല കമ്പനിയിൽ ഇവരൊക്കെ ഉണ്ട്, അവർ യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു മാർക്കറ്റിന് റിട്ടയർമെൻറ്റ് ഏജിലേക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ ഒരു ഡയമണ്ട് പീക്ക് താഴ്ന്നു നിൽക്കുന്നതിനെ കുറിച്ചൊരു ക്ലയൻ്റ് ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തതാണ്. ഡയമണ്ട് പീക്ക് 29 ബ്ലാക്ക് ബോക്സ് 1 year പെർഫോം ചെയ്യാതെ കിടന്നിരുന്നതാണ്. ഞങ്ങൾ 510 എൻ്റർ ചെയ്തതിന് ശേഷം ഇതൊരു നല്ല ഡാറ്റാ സെൻറ്ററിൻ്റെ ബേസിക് ബിസിനസ്സുള്ളൊരു കമ്പനിയാണ്. അതിൻ്റെ ഒരു നല്ല ടൈം വരുമ്പോൾ അത് മൂവ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമ വേണം. അല്ലാതെ അതിനിടയിൽ നമ്മൾ ഇതിൽ നിന്ന് വിറ്റ് അങ്ങോട്ട് മാറി അത് വിറ്റ് ഇങ്ങോട്ട് മാറി എവിടെയെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ഓടിയിട്ട് കാര്യമില്ല. പക്ഷേ നമുക്കിതിൽ 10 lakhs ഇൻവെസ്റ്റ് ചെയ്തത് 510 ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ടാർഗറ്റ് എത്തിയപ്പോൾ 1020 എത്തിയപ്പോൾ അത് 20 lakhs ആയി. അതായത് 10 lakhs പ്രോഫിറ്റും അതിലൊരു 1 year മുമ്പാണ് വിറ്റതെന്നുണ്ടെങ്കിൽ 20% ടാക്സ് ആയിട്ടുള്ള 2 lakhs അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 lakhs നെറ്റ് പ്രോഫിറ്റാണ്. ഒരു വർഷം 8 lakhs പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ജീവിക്കാനായിട്ട് പലർക്കും സാധിക്കുമല്ലോ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഡയമണ്ട് പിക്സിൻ്റെ ഒരു ബ്യൂട്ടി. ഇതൊരു മറ്റൊരു ക്ലയൻറ്റ് ബ്ലാക്ക് ബോക്സിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കഴിഞ്ഞ ദിവസം അയച്ചു തന്നതാണ്. അദ്ദേഹം 1100 ക്വാണ്ടിറ്റിയാണ് ബ്ലാക്ക് ബോക്സിൻ്റെ 506 ബൈ ചെയ്തത്. അതായത് 5,56,776 ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതിൻ്റെ 600 സ്റ്റോക്സ് 1012 എത്തിയപ്പോൾ അദ്ദേഹം വിറ്റു. അത് 6,07,710 അദ്ദേഹം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. ഇതാണ് ട്രിപ്പിൾ പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ളൊരു മെത്തേഡ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതായത് സ്റ്റോക്ക് ടാർഗറ്റ് എത്തുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് വിഡ്രോ ചെയ്യുക. അപ്പോൾ ഇനി ഹോൾഡ് ചെയ്യുന്നത് 500 സ്റ്റോക്സ് ആണ്. അത് ആ സ്റ്റോക്കിൻ്റെ വില 4,78,950 ആകുന്നത് അത് നെറ്റ് പ്രോഫിറ്റിലാണ്. അത് 0 റിസ്കിലാണ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത്. അതൊരു പക്ഷേ ഇനി 500 ആയാലും അദ്ദേഹത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല. അതേസമയം 2,000ലേക്കോ 3,000ലേക്കോ ഒക്കെ നാളെ പോയേക്കാം. അപ്പോൾ റിസ്ക് ഇല്ലാതെ ഹോൾഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ സ്റ്റോക്കിനെ കുറിച്ച് മറന്നിടുകയും ചിലപ്പോൾ ഈ സ്റ്റോക്കിന് 5,000ലേക്കും പോയേക്കാം. പക്ഷേ ഒരാൾ ഇന്ന് 1,000 rupeesലോ അല്ലെങ്കിൽ 950 വാങ്ങുന്ന ആൾക്ക് അതിൽ വലിയ റിസ്ക് ഉണ്ടല്ല. ഒരു പക്ഷേ വീണ്ടും റീട്രേസ് ചെയ്ത് ബൈയിങ് ലെവലിലേക്ക് പോയേക്കാം. പക്ഷേ ഈവൻ ബൈയിങ് ലെവലിൽ പോവുകയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് 0 റിസ്കിൽ നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ട്രിപ്പിൾ പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡ്. 21 June ഫാദേഴ്സ് ഡേ ആയിരുന്നു അല്ലേ. അന്ന് ഞാനൊരു മെസ്സേജ് ഞാൻ എല്ലാവർക്കും അയക്കുകയുണ്ടായി, അതുപോലെ സ്റ്റാറ്റസൊക്കെ ഇടുകയുണ്ടായി. അപ്പോൾ ആ മെസ്സേജ് കുറേയധികം പേർക്ക് പാരൻസിന് വളരെ ഇഷ്ടപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാനത് കാണാത്തവരുണ്ടാകും കുറേയധികം പേര്. അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്ന് റീഡ് ഔട്ട് ചെയ്യാം. A father's responsibility goes far beyond providing for the family. It is about shaping the mindset that defines a child's future. The financial habits we instill at home become the foundation of how our children think about money, wealth, and life itself. Every lesson, whether it is the discipline of saving, the wisdom of spending, or the power of long-term investing, creates a lasting impact. As fathers, we have a unique opportunity to raise financially aware and confident individuals. Teaching our children the value of money, introducing them to equity investing, and helping them understand the power of owning great businesses are not optional lessons. They are life skills. True wealth is not just what we earn, but what we teach the next generation to build. Let us take responsibility not only for their present but for their
financial future, because when a child learn to invest early, they don't just grow money, they grow confidence, independence and vision. Strong values build strong futures, great fathers build both എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു. കുറേയധികം പാരൻസ് അതിന് വളരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ 30 കൊല്ലത്തെ എക്സ്പീരിയൻസുമായിട്ട് ചെയ്തിട്ടുള്ളൂ ക്രിയേറ്റ് വെൽത്ത് കോൺഫിഡൻസ് എന്നുള്ളൊരു ബുക്ക്. ഇത് ഞാൻ ബുക്ക് വിൽക്കാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. ഈ ബുക്കിൻ്റെ പൈസ മുഴുവനും ഞാനൊരു ചാരിറ്റി ഉള്ള ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പാരൻസ് ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ സ്പെക്കുലേഷനിൽ പോയി പൈസ നശിപ്പിക്കുന്ന രീതിയിലേക്ക് മൂവ് ചെയ്യും. അതിനുശേഷം ആ സമയത്ത് നമ്മൾ അവരെ കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല, അത് നമ്മുടെ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ എനിക്ക് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, എനിക്ക് കുറേയധികം ലേഡീസിനെ, എസ്പെഷ്യലി ഹൗസ് വൈഫ്സ്, പലരും റിട്ടയർ ചെയ്ത ലേഡീസ്, അവർ പലർക്കും ഫാമിലിയിൽ നിന്ന് കൃത്യമായിട്ട് സപ്പോർട്ട് ഇല്ലാത്തവരൊക്കെ പലരും ക്ലയൻസ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിൽ പലരും എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറേയധികം വരുന്നതാണ്. പക്ഷേ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റിയൽ ലൈഫിലുള്ള എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു മെസ്സേജ്, ഒരു വോയിസാണ്, അത് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഏകദേശം 15 വർഷമായി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏകദേശം 10 തൊട്ട് 20% വരെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഷെയർ വിറ്റ് ലാഭം എടുക്കുകയും പിന്നീട് പുതിയ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചിലപ്പോഴൊക്കെ ലോസ് ബുക്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ഈ AAA പ്രോഫിറ്റിന്റെ മിസ്റ്റർ സജീഷ് കൃഷ്ണന്റെ വീഡിയോ കാണുകയും അത് കുറച്ച് ദിവസം കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെ സജീഷ് സാറിന്റെ ഒരു ഡയമണ്ട് പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഒറ്റ കമ്പനിയിൽ 5 lakh rupees ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഏകദേശം 2 വർഷവും ഒരു 4 മാസവും കഴിഞ്ഞപ്പോൾ എൻ്റെ നിക്ഷേപം ഇരട്ടിയായി. ഇതെനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നു. അപ്പോൾ ഇവരുടെ റിസർച്ച് റിപ്പോർട്ടുകളും നിർദ്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് യാതൊരു ഭയവും ഇല്ലാതെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അത് അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നിടം വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. താങ്ക് യു സജീവ് സർ. അതുപോലെ മറ്റ് 1-2 ഫീഡ്ബാക്സ് കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ മറ്റൊരു ലേഡി ക്ലയൻ്റാണ്. ഡിയർ സാർ, മൈ ജേർണി വിത്ത് ട്രിപ്പിൾ ഡ്രീം വാസ് റിയലി എ ഗെയിം ചേഞ്ചർ ഓഫ് മൈ ലൈഫ്. ഐ ആം ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ and I have to take career gaps when I had kids. My husband has advised me to do stock market during COVID time. It was really easy to capture market rally at that time, but when Russia-Ukraine war came, my 10 lakhs portfolio was totally down. I had taken courses to learn about stock market, but getting consistent profit was difficult. There was a time when I realized not all breakouts will give you money, and mastering the stock market was not easy. Then I have seen Sajeesh sir's video and I decided to purchase Diamond Pick 16. I got 100% profit in Jupiter Wagon Limited and Time Technoplast. This gave me confidence to buy other diamond picks also. I have got good profit from Sirma, Gabriel, Avalon, Apollo Microsystems, Black Box, HSCL, Marsans Pharma, Talbros Auto, etc. I am holding other diamond picks also. Now my portfolio is 83 lakhs. I am very passionate about stock market and love to learn also. I have done multiple courses in stock market about market profile and order flow, smart money concepts, and I am still learning. My 6 years of journey in stock market has taught me option and futures are most exciting, but you can never create wealth from it. Only investing in good stock and holding is the game changer. I had also made portfolio of my kids which will help for their higher studies. Stock market has given me financial freedom and confidence in my life.
Thank you, Sajid sir, for your wonderful stock selection and guiding me for in the last few years. മറ്റൊരു ഫീഡ്ബാക്കാണ് സർ, ഐ വുഡ് ലൈക്ക് ടു കൺവേ മൈ പ്രൊഫൗണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ടു സജീവ് സാർ ആൻഡ് എൻറ്റയർ ട്രിപ്ലെറ്റ് ടീം ഫോർ ദർ എക്സെപ്ഷണലി ഇൻസൈറ്റ് റെക്കമെൻഡേഷൻ through Diamond Peak 29. My husband and I embarked on our investment journey with the Triple team by subscribing the Diamond Peak Jupiter Wagon. We are regular subscribers of Diamond Peak. This is the 6th Diamond Peak from which we are successfully booking profits. The Triple Profit team has consistently demonstrated remarkable dedication and professionalism. We have generated impressive returns from Diamond Peak, JWL, Sirma, Gabriel, Avalon, Apollo Microsystems, and Blackbox. All of us have significantly accelerated our wealth creation journey. In particular, we have purchased 1,068 quantity of shares of Blackbox at 510 and book profit at 1,025, resulting in impressive profit of 5,50,020, still holding 300 quantity free of cost. We sincerely appreciate Sajid sir for exceptional ability to identify genuine diamond picks from Indian stock market and consistently building investors' confidence. അടുത്ത മറ്റൊരു ഫീഡ്ബാക്കാണ്, അദ്ദേഹത്തിൻ്റെ നെയിം ഞാൻ പറയുന്നില്ല. ആൻഡ് ഐ ഹാവ് ബീൻ എ ഗ്രേറ്റ്ഫുൾ subscriber of AAA since 2018. During the challenging times of COVID, I faced a job loss and a devastating bereavement in my family, which left me short of capital and forced me to step away from investing in stocks. Following that period, my career took me to Africa, and I have been traveling consistently ever since. Throughout all these transitions and travels, your weekly YouTube videos reminded a constant guide in me, my routine. I am financially back now and have renewed my commitment to the market by subscribing to Diamond Peak 33 and 34 yesterday. I want to express my deepest gratitude for being such a wonderful mentor and tutor. Your high quality content and constant guidance have truly been a strong, unwavering guiding light for me through the years, even in difficult times. Thank you for everything you do. Looking forward for a profitable journey along with you. മറ്റൊരു ഫീഡ്ബാക്കാണ്, ഹൈ, ഐ വാസ് ബിസി ഓൺ ബിസിനസ് ട്രിപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ റെക്കമെൻഡിങ് ബ്ലാക്ക് ബോക്സ്. It has achieved 100%. The total quantity was 778. I exited 400 shares with a profit of 4 lakhs and currently holding 378 quantity. There is one more highlight in this achievement. At the beginning, I was trading in F&O and had a loss of almost 5 lakhs. This is the first time I am getting such a big amount from the stock market. Thank you for sharing your knowledge and guiding me in the right direction. Your mentorship means a lot. Once again, thanks to your complete AAA team. ഇത് അടുത്തതൊരു ഡോക്ടറുടെ ഒരു ഫീഡ്ബാക്കാണ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഹോപ്പ് യു ആർ വെൽ. Thank you so much to you and AAA team for recommending Diamond Peak 29 Black Box. I have successfully booked Black Box at a target. I truly appreciate your guidance during uncertain times. Whenever we felt worried, you always came forward with an encouragement and advice to stay patient and hold our positions. That is what makes AAA special. Once a AAA customer, we always stay with your team because of your dedication and consistent support. I will be using my profit from Black Box to invest in Diamond Peak 34. Thank you once again. മറ്റൊരു ഫീഡ്ബാക്ക് കൂടെ ഉണ്ട്. ഇദ്ദേഹം ഒരു NRI ആണ്. Really appreciate it. In the consolidated market, we were able to sell the stocks of Black Box at 110% profit. This was possible because of your deep knowledge of the stock market and your guidance in helping us build wealth. We truly appreciate it. Big hugs from our family, and may God bless you and your family. As you advised, just we sell the capital amount only. ആക്ച്വലി ഈ ഫീഡ്ബാക്സുകൾ കുറേയധികം ഫീഡ്ബാക്സുകളുണ്ട്. എസ്പെഷ്യലി ബ്ലാക്ക് ബോക്സ് നമുക്കറിയാം, കുറേ മാസങ്ങളായിട്ട് എല്ലാവരും മാർക്കറ്റിൽ നിന്നും അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ബ്ലാക്ക് ബോക്സിൽ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് നേടാനായത്. അതുകൊണ്ട് തന്നെ പലരുടെ പോർട്ട്ഫോളിയോയും റെഡിലേക്കൊക്കെ പോയത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് വന്നതിൻ്റെ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഈ ഫീഡ്ബാക്സുകൾ നൽകിയ എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇതുപോലെയുള്ള ഫീഡ്ബാക്സുകൾ അയക്കുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് മനസ്സിലെന്നുള്ളത് എനിക്കറിയാമെങ്കിലും എൻ്റെ ടീമിൽ പല യങ്സ്റ്റേഴ്സും ഉണ്ട്. അവർക്ക് നിങ്ങളുടെ ആ റിയൽ
സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് അത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കൂടെ കിട്ടുമ്പോൾ അത് വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫീഡ്ബാക്ക്സ് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അയയ്ക്കുക. നമ്മളിപ്പോൾ കാണുന്നത് ഞാൻ കുറച്ച് സമയം മുമ്പ് വായിച്ച അമൃത എന്നുള്ള ആ ഒരു ക്ലയൻറ്റിൻ്റെ പോർട്ട്ഫോളിയോ ആണ് 83.32 lakhs പോർട്ട്ഫോളിയോ. ഒരു ലേഡിയുടെ പോർട്ട്ഫോളിയോ അത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 1 crore ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് എനിക്ക് അയാളുടെ വയസ്സ് കൃത്യമായിട്ട് അറിയില്ല, ഒരു 40 ആണെന്നുണ്ടെങ്കിൽ 50 ആകുമ്പോഴേക്കും ഇത് മിനിമം 2 crores ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റിട്ടയർമെൻറ്റ് ഏജിലേക്ക് നമ്മുടെ മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാവുന്ന രീതിയിലേക്ക് ഒരു പോർട്ട്ഫോളിയോ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മെൻറ്ററായിട്ടുള്ള രാകേഷ് ഞുഞ്ഞുമാല സാറിനെ കുറിച്ച്. നമ്മൾ എപ്പോഴും നമ്മുടെ ഗുരുനാഥന്മാരോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഇവരെയൊക്കെ ബഹുമാനത്തോടെ കാണുകയും അവരെപ്പോഴും അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് പോലും എനിക്കിപ്പോഴും കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഉണ്ട്. അത് ഓരോ വാചകങ്ങളും ഓരോ പാഠങ്ങളാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ വീഡിയോകളിൽ മിക്കപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് പലരും കണ്ടിട്ടില്ലാത്തവരുണ്ടാവും, മലയാളികൾ പലപ്പോഴും അത് ഫോളോ ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഇംഗ്ലീഷിൽ അദ്ദേഹം പറയുന്നത് പ്ലേ ചെയ്തതിന് ശേഷം അത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കൂ, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. When he is asking a question, how do I analyze an investment? The first thing I look at is opportunity. Without opportunity, there can be no economic activity, and without economic activity, there can be no profit. For example, when I look at Colgate, I look at the present Colgate demand for toothpaste in India and the potentially for the growth in demand for toothpaste. So I first look at opportunity. I want to invest where demand naturally exists. Then I look at competitive ability. In a capitalist society or a free society, you cannot make profits just one opportunity. You got to be competitive. You got to be profitable. Those profits can be driven by technology. They can be driven. I think culture is very important in a company. They can be driven by a culture. They can be driven by barriers which could arise because of maybe taxes, location, capital. So I try and try and understand a company and zero on in its competitive ability or what it already has in relation to the opportunity and the price. Third, what I look at is my friend said that should I invest in large cap companies or small cap companies? I said no, we should invest in the small cap companies which will become the large cap. What do you need for that? You need scalability. How does a small organization grow into a large organization, right? When I invested in Titan at 500 crores, so I made a lot of money partly because Titan today is 11,000 crore company. And great are the challenges of scaling, capital, ambition. So it is very, very important to judge whether the company will be able to scale. I call it scalability. Then, of course, I look for management. And then how do you find out whether you have good management or not? I invest in a jewelry company. I invest in a software company. I invest in a hotel company. I invest in a footwear company. Finally, I think we invest out of informed ignorance. We have some information, but that is very limited in relation to what our ignorance is. So finally, we invest out of intuition. So then you have to intuitively feel. And every management carries a reputation. I think that what is also very important is corporate governance. What kind of corporate governance? And I define corporate governance as how the company views all stakeholders, whether society, whether employees, whether shareholders. നോക്കൂ, ഞാൻ യങ്സ്റ്റേഴ്സിനോട് പറയാം, ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് എല്ലാ ദിവസവും കാണുകയാണെങ്കിൽ നിങ്ങൾ വെൽത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ബിൽഡ് ചെയ്യും എന്ന കേസിൽ ഞാൻ 100% ഗ്യാരണ്ടി പറയാം. കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യം, കോൾഗേറ്റ് എന്നുള്ള കമ്പനി നമുക്കറിയാം, അവർ പേസ്റ്റാണ്. നമുക്കറിയാം ഇത്ര 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ പേസ്റ്റിൻ്റെ ഒരു കൺസംഷൻ എത്രയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവർക്ക് അത് വീണ്ടും ജനങ്ങളുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവർ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നൊരു വാക്കത് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും ക്വാണ്ടിറ്റി വിൽക്കാവുന്ന ഇത്രയും ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതുപോലെ തന്നെ ടൈറ്റാനിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്
500 crores മാർക്കറ്റ് ക്യാപ്പേ ഉള്ളൂ. ആ കമ്പനിയാണ് ഇപ്പോൾ ഇത്രയും വലിയ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ജ്വല്ലറി സെഗ്മെൻറ്റ്, നമുക്കറിയാം 916 എന്നുള്ള ഒരു കാര്യം കമ്പൽസറി ആയിട്ട് വരികയും ബ്രാൻഡഡ് ജ്വല്ലറികളിലേക്ക് കൂടുതൽ പേര് വരികയൊക്കെ ചെയ്യുമ്പോൾ, മുമ്പ് ഞാൻ എൻ്റെ മദറൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, തട്ടാൻ്റെ അടുത്താണ് കൊണ്ടുപോയിട്ട് ഗോൾഡ് കൊടുത്ത് വാങ്ങുന്നത് എന്നൊക്കെ. അപ്പോൾ അന്ന് വാങ്ങിയുള്ള സ്വർണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും 87ഉം 88ഉം ഒക്കെ ടച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ 916 മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു റൂള് വന്നതിന് ശേഷമാണ് ഈ ബ്രാൻഡഡ് ജ്വല്ലറികൾ നന്നായത്. ഇദ്ദേഹം ഇത് 2000-ൽ രാകേഷ് ജുഞ്ചുമാല സാറ് കണ്ടിരുന്നു എന്നുള്ളതും, അത് ഇത്രയധികം വലിയ ജ്വല്ലറികളുള്ള ബ്രാൻഡായിട്ട് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായതാണ്. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, വലിയ ലാർജ് ക്യാപ് കമ്പനികളാണോ സ്മോൾ ക്യാപ് കമ്പനികളാണോ ഇൻവെസ്റ്റ് ചെയ്യണത് എന്നുള്ളത് എപ്പോഴും എൻ്റെ അടുത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഡയമണ്ട് പിക്സ് ആയിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്, അല്ലെങ്കിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകളാണ്. കാരണം സ്റ്റോക്ക് ഒരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത 100% അല്ലെങ്കിൽ 200, ഞങ്ങളുടെ ചില സ്റ്റോക്കുകൾ 1500% വരെ മൂവ് ചെയ്തിട്ടുള്ള ഡയമണ്ട് പിക്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ കമ്പനി അത് അത്രയും വലിയ രീതിയിലേക്ക് വരണമെങ്കിൽ സ്കെയിലബിലിറ്റി ഉള്ള ഒരു കമ്പനിയെ നമ്മൾ ആ സ്കെയിലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ പൊട്ടൻഷ്യലുള്ള കമ്പനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് നല്ല മാനേജ്മെൻറ്റുള്ള കമ്പനി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഒന്നും മിണ്ടാതെ വളരെ നമ്മൾ കാഷ്വലായിട്ട് ഇരിക്കുക. അത് പെർഫോം ചെയ്യും. ഒരു ദിവസം അതിൻ്റെ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്യുകയും, അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഈ ഇന്ത്യയിലെ ജ്വല്ലറി ഇത്രയധികം പേര് വാങ്ങുന്നത് അദ്ദേഹം വാങ്ങിയതുകൊണ്ടാണ് അത് സക്സസ് ആയത്. അതുപോലെ തന്നെ ഫുട്വെയർ കമ്പനിയിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെയുള്ള ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. അത് ഇത്രയധികം വലിയ പൊട്ടൻഷ്യലുള്ള ഇന്ത്യയുടെ അത്രയും പോപ്പുലേഷനിലേക്ക് പൊട്ടൻഷ്യൽ വരാവുന്ന നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ഉള്ള കമ്പനികളെ അതിനെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു സ്റ്റോക്കിൽ നിന്നും നമുക്കൊരു മൾട്ടി ബാഗർ പോലെ റിട്ടേൺ കിട്ടാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡയമണ്ട് പിക്സിലോ അല്ലെങ്കിൽ ഗോൾഡൻ പിക്സിലോ ഒക്കെ അധികം നമ്മൾ ഇതുപോലെയുള്ള സ്മോൾ ക്യാപ്പുകൾ അല്ലെങ്കിൽ മിഡ് ക്യാപ്പുകൾ നൽകുന്നത്. അപ്പോൾ ഞങ്ങളുടെ എന്തുകൊണ്ടാണ് ലാർജ് ക്യാപ്പിൽ നൽകാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവിടെ നൽകിയാൽ നമുക്കൊരു 10% അല്ലെങ്കിൽ 20% ഒക്കെ നമുക്ക് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. കാരണം ഓൾറെഡി അത് അത്രയധികം സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടാവില്ല, പക്ഷേ റിട്ടേൺ വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡയമണ്ട് പിക്കും ഗോൾഡൻ പിക്കും ഒക്കെ നമ്മളിതുപോലെയുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൽ റിസ്ക് ഞങ്ങൾ കുറയ്ക്കുന്നത് ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റ്, പ്രോഫിറ്റബിലിറ്റി, പൊട്ടൻഷ്യൽ, അതുപോലെ പിന്നെ പല കാര്യങ്ങളും ഉണ്ട്. നമ്മളതൊക്കെ അനലൈസ് ചെയ്തിട്ട് ആണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു കാര്യം രാകേഷ് ജുഞ്ചുമാല സാറിൻ്റെ ആ ഒരു പീരിയഡിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം മുമ്പ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹമായിട്ടുള്ള ആ ഒരു മെൻറ്റർ എനിക്കുണ്ടായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം. അതുപോലെ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന് ഏത് ഫോട്ടോയിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ട്രേഡിംഗ് ടെർമിനലിൽ ഇരിക്കണമെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂംബർഗ് എന്നുള്ള ടെർമിനൽ അല്ലേ. അപ്പോൾ ഇത് ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സിൻ്റെ ഓഫീസിൽ ബ്ലൂംബർഗിൻ്റെ ടെർമിനൽ, ആ സിംഗിൾ രണ്ട് സ്ക്രീനുമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് കാണാം. അതിൽ പല കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ കോസ്റ്റ്ലിയാണ്. മോർ ദൻ ഒരു ക്വാർട്ടറിൽ 30 lakhs-ലധികം പേയ്മെൻറ്റ് നടത്തിയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ സാധാരണക്കാർക്കോ അല്ലെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾക്കോ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം എസ്പെഷ്യലി ഇവർ ബില്ലിംഗ് ഡോളേഴ്സിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ കറൻസി റുപ്പി വീക്കായപ്പോൾ ഇത് വലിയ കോസ്റ്റിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതും പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നോക്കൂ, ഞാനെപ്പോഴും 5 lakhs ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനോട് ഞാൻ 25 lakhs ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അത് വലിയ റിസ്ക് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഇവരുടെയൊക്കെ ഒപ്പമാണ്. നോക്കൂ, രാകേഷ് ജുഞ്ചുമാല സാറിൻ്റെ ഇപ്പോഴത്തെ രാകേഷ് ജുഞ്ചുമാലേൻ്റെ അസോസിയേറ്റ്സ് എന്നുള്ള അവരുടെ പോർട്ട്ഫോളിയോൻ്റെ വാല്യൂ 68,654 crores ആണ് ഇന്നലത്തേത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഖ ജുഞ്ചുമാലയുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 50,399 crores ആണ്. അപ്പോൾ ഇതിൽ വലിയൊരു പോർഷനും ഇവരുടെ പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു സ്റ്റോക്ക് 100% ആകുമ്പോൾ കോസ്റ്റ് വിഡ്രോ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് പോർഷൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ
1,654 crores മോർ ദാൻ 50,000 crores പ്രോഫിറ്റ് പോർഷൻ ആണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതാണ് അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്. 50,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അതിൽ അതൊരു ദിവസം ഫ്ലക്ച്വേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഒരിക്കൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് ഞാൻ പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റാഫിനോട് പറയുമായിരുന്നു. അപ്പോൾ ടൈറ്റാനിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോക്കിൻ്റെ വാല്യൂ 14,000 കോടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ സ്റ്റോക്ക് ഒരു 8% കറക്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം ആ സ്റ്റോക്കിൽ ആകെ 30 crores ആണ് പിന്നീട് വാങ്ങിച്ചിട്ട് 30 crores അങ്ങാണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് ഈ 14,000 കോടിയിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോക്ക് ഒരു ദിവസം എത്ര ഇറങ്ങിയപ്പോൾ ആ മാർക്കറ്റ് സ്റ്റോക്കിൻ്റെ വാല്യൂ 1,400 കുറഞ്ഞു. അപ്പോൾ ഞാനൊരു മലയാളം ന്യൂസ് പേപ്പറിൽ വായിച്ചൊരു വാർത്തയാണ്, ജുൻജുൻവാലയുടെ സ്റ്റോക്കിന് 1,400 കോടി നഷ്ടം എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസ്. അത് വായിച്ച ആൾ ഞെട്ടിപ്പോവും. പക്ഷെ അദ്ദേഹത്തിന് അതിനകത്ത് 12,000 കോടിയോ 13,000 കോടിയോ പ്രോഫിറ്റിൽ നിന്നാണ് ഈ 1,400 കോടി കുറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇത് ആ പ്രൈസിന് മുകളിലേക്ക് പോയി. ആ സമയത്ത് ഇവരാരും ഉണ്ടല്ലോ. അപ്പോൾ 1,400 കോടി പോയി എന്ന് പറഞ്ഞ് നെഗറ്റീവ് ന്യൂസുകൾ പറയാൻ കുറേ ആൾക്കാരുണ്ടാകും. പക്ഷേ പോസിറ്റീവ് ന്യൂസിനെ പറ്റി പറയാനോ അതിൻ്റെ പോസിറ്റീവ് സൈഡിനെ പറ്റി പറയാനോ എസ്പെഷ്യലി കേരളത്തിൽ പലപ്പോഴും പലരും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതുപോലെയുള്ള വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. എനിക്കിതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് ഇന്ന് പലരുടെയും പോർട്ട്ഫോളിയോസ് 5 crores 10 crores വന്നിട്ടുണ്ട്. അതിൽ പലരും കോസ്റ്റ് വിഡ്രോ ചെയ്ത് പ്രോഫിറ്റ് പോർഷനിൽ പല സ്റ്റോക്കുകളും ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിഡ് ക്യാപ് സ്റ്റോക്കുകളും സ്മാൾ ക്യാപ് സ്റ്റോക്കുകളാണ് ഈ ഡയമണ്ട് പിക്സ് ഒക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ കുറേ കാലം മുമ്പ് വാങ്ങിയ കുറേ വലിയ സ്റ്റോക്കുകൾ എൻ്റെ കയ്യിൽ പോർട്ട്ഫോളിയോയിലുണ്ട്. അപ്പോൾ ഇതിൽ നോക്കൂ, ഇത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന ഒരു മെയിലാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. റിലയൻസ് കഴിഞ്ഞ ദിവസം ഒരു 6 rupees ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തൊരു കാര്യം. അപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമ്മൾ ഒരു ഔട്ട് ഓഫ് പ്രോഫിറ്റ് പോർഷൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻസ് എല്ലാ വർഷവും അല്ലെങ്കിൽ ചില സമയത്ത് ഒരു കൊല്ലത്തിൽ 2-3 വർഷം, ഇപ്പോൾ ഈവൻ മണപ്പുറം ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഡിവിഡൻഡ് ഒരു സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്ത് കിട്ടുമെന്ന് പോലും പലരും സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഭവം. അപ്പോൾ ഒരു സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ 5 വർഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിവിഡൻഡ് ഇൻകം കൊണ്ട് പോലും ജീവിക്കുന്ന പലരും ഉണ്ട്. എസ്പെഷ്യലി മണപ്പുറത്തിൻ്റെ കേസിൽ എനിക്ക് അങ്ങനെ ജീവിക്കുന്ന പലരെ അറിയാം പേഴ്സണലി. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ പല AGMകളുടെയൊക്കെ മെയിലുകൾ നിങ്ങൾക്ക് വരാറുണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എല്ലാം മോസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്സും വീഡിയോ കോൺഫറൻസിങ് വഴിയാണ് നടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കോൺഫറൻസിൻ്റെ ലിങ്കിൽ ആ സമയത്ത് പറയുന്ന സമയത്ത് കയറിയാൽ നിങ്ങൾക്ക് AGMs ഒക്കെ നേരിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈവൻ 10 ഷെയറോ അല്ലെങ്കിൽ 100 ഷെയറോ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാം ഞങ്ങളുടെ പല ക്ലയൻസും സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സാണ്. 10,000 50,000 ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ഞാൻ പറയാം, കൂടുതൽ ക്വാണ്ടിറ്റി 10 lakhs കൂടുതൽ ഒരു സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വെർച്വൽ ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിങ് അവരുടെ AGMകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ കൂടി നമ്മൾ കോൺഫിഡൻസ് വരും. ആ സ്റ്റോക്കിൻ്റെ പ്രൈസൊക്കെ ഒന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്താലും നമ്മൾ പലപ്പോഴും പേടിക്കില്ല. അപ്പോൾ അതുപോലെ ഞാൻ ശോഭ ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള ബേസ്ഡ് ആയിട്ടുള്ള ശോഭ ഇന്ത്യയിലെ ഏറ്റവും നല്ല കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒന്നാണ്. അതിൽ അതൊരു ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് എൻ്റെ ഡിവിഡൻഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വലിയ കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് പോർഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഡിവിഡൻഡൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം അല്ലെങ്കിൽ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയും വേണം. ഏറ്റവും കൂടുതൽ ഈ ഡിവിഡൻഡ് ഇൻകം കിട്ടുന്നത് ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ ഞാൻ കാണിച്ചു കൊടുക്കും. ഈ ഡിവിഡൻഡ് ഇൻകം കിട്ടാനായിട്ട് ഞാൻ ഒരു പണിയും എടുത്തിട്ടില്ല. അതാണ് അതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുമോ ഫ്രീ ആയിട്ട്? പക്ഷേ ഒരു ഷെയർ കൃത്യമായിട്ടും പലപ്പോഴും നമ്മൾ എന്തെങ്കിലും പ്രോഫിറ്റിൽ നിന്ന് വാങ്ങിയിടുന്നു. അപ്പോൾ ഞാനൊരു ICICI-AMC എന്നുള്ള സ്റ്റോക്ക് ഞാൻ ലിസ്റ്റ് ചെയ്തപ്പോൾ ആ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം എനിക്കൊരു നിയർലി 35 lakhs പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ഞാനത് വിറ്റു. അപ്പോൾ ആ വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് ഞാൻ ഈ കമ്പനി തന്നെ വാങ്ങിയിട്ടു. ഈ കമ്പനിയിൽ നിന്ന് എനിക്ക് ഡിവിഡൻഡ് കിട്ടിയ ഓൾമോസ്റ്റ് എമൗണ്ട് ലഭിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പ്രോഫിറ്റ് പോർഷനും ഈ ഡിവിഡൻഡും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കോസ്റ്റ് ഫ്രീ പോർഷനാണ് ഇപ്പോൾ അതിൽ ഹോൾഡ് ചെയ്യുന്നത്. ഡിവിഡൻഡ് ഇൻകം കിട്ടിയതുകൊണ്ട് ഒരു സ്റ്റോക്ക് വാങ്ങാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് കിട്ടുമ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് തന്നെ നിങ്ങൾ വാങ്ങി നോക്കൂ. അതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സംതൃപ്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സംതൃപ്തിയായിരിക്കും.
അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ US മാർക്കറ്റിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇപ്പോൾ അവരുടെ ക്വാർട്ടർലി ഇത് കഴിഞ്ഞ് ഡിവിഡൻസ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഇൻഫോർമേഷനാണ്. NVIDIA എന്നുള്ള സ്റ്റോക്കിൽ നിന്നുള്ള ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയതിൻ്റെ മെയിലിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. അതുപോലെ മെറ്റയുടെ ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയതിൻ്റെ ഇൻഫോർമേഷനാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് ആപ്പിളിൻ്റെ ഡിവിഡൻഡ് ക്രെഡിറ്റ് ആയിരിക്കുന്നതാണ്. അത് വേൾഡിൽ ഏറ്റവും വലിയ കമ്പനികളുടെ ഷെയർസും നമുക്ക് US സ്റ്റോക്കുകൾ നമുക്ക് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവരുടെയൊക്കെ പ്രോഡക്ട്സ് മെറ്റയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ NVIDIAയുടെ ചിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യാനും നമുക്ക് പറ്റും. അതിൽ നിന്ന് അവർ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഡിവിഡൻഡ് മേടിക്കാനുള്ള അതുപോലെയുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതാണ് നമ്മുടെ അടുത്ത തലമുറേനെയും നമുക്ക് പഠിക്കാം. ഞാൻ എൻ്റെ മകന് NVIDIAയുടെ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് ആക്ച്വലി എൻ്റെ മകൻ എന്നോട് ചോദിച്ചതാണ്, ഇതല്ലേ ഏറ്റവും നല്ല കമ്പനി, ഇത് വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റായിട്ട് ചെയ്തത് എനിക്ക് HDFC ബാങ്കിൻ്റെ സെക്യൂരിറ്റീസിലൂടെ എനിക്ക് US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാനതിൽ NVIDIAയുടെ സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം എല്ലാ വീക്കിലും ഹോളിഡേയിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കാനും അതിൻ്റെ ചാർട്ട് നോക്കാനും മകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആൾക്കറിയാം NVIDIA എന്നുള്ള കമ്പനിയിൽ നടക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റ്സും യൂട്യൂബിലൊക്കെ നോക്കി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോലും അറിയാറില്ല NVIDIA നടത്തുന്ന ഓരോ കാര്യങ്ങൾ, NVIDIAയുടെ ഇന്ത്യയിലെ പാർട്ട്നേഴ്സ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയാണ്. പിന്നെ അതാണ് നമ്മളൊരു വഴി കാട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നടന്നോളും. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതുപോലെ ഞങ്ങൾ ഗിഫ്റ്റ് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോഴുള്ള ഒരു മലയാളത്തിലൊരു വീഡിയോയും അതുപോലെ തന്നെ സഞ്ജയ് കൗൾ എന്നുള്ള IAS കാരനാണ് അവിടുത്തെ MD&C, അദ്ദേഹത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ ഇംഗ്ലീഷിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അതുപോലെ തന്നെ ഐ ബട്ടണും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും കാണാനായിട്ട്. അപ്പോൾ NRIസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത വരും ദിവസങ്ങളിൽ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാതെ, ഞാൻ ടാക്സ് ഇവേഷൻ അല്ല പറയുന്നത്, ലീഗലി ടാക്സ് അടയ്ക്കാതെ ഗവൺമെൻറ് ഒരു പ്രൊവിഷൻ NRIസിന് നൽകാൻ പോവുകയാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത് വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇരിക്കുക. ഇപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം കുറേയധികം കോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറായിട്ടില്ല. മറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസുകളോ അല്ലെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ഓഫീസുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സും അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കമ്പനികളുടെ ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനികൾ. ഇപ്പോൾ അതിലൊരു ക്യാഷ് ഫ്ലോ ഏറ്റവും കൂടുതലുള്ള ഒരു കമ്പനിയെ ഞാൻ പറയുകയാണെങ്കിൽ ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാഷ് കിങ് എന്ന് പറയാവുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഭാരതി എയർടെൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നോക്കേണ്ട ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്യാഷ് കിങ് ആണ് വേദാന്ത എന്നുള്ളത്. അതുപോലെ അതുപോലെ മറ്റ് ക്യാഷ് കിങ്സ് ആയിട്ടുള്ള കമ്പനികളാണ് ഭാരതി എയർടെൽ, TCS, വിപ്രോ, ഇൻഫോസിസ്, വേദാന്ത എന്നുള്ള കമ്പനിയൊക്കെ. അപ്പോൾ ഇവർക്ക് ഈ ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ളപ്പോൾ ഇവർക്കത് പെട്ടെന്ന് തന്നെ അവർക്ക് അത് മുതലാക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് അവസരങ്ങൾ കണ്ട് മനസ്സിലായാലും അവർക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഫണ്ടില്ല, ഫിനാൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാണ് ക്യാഷ് ഫ്ലോ ഉള്ള കമ്പനിയിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യണം എന്ന് ഞാൻ പറയാറുള്ളത്. അപ്പോൾ അതുപോലെ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് ചോദിച്ചൊരു കാര്യമാണ്, ഗംഗ ഫോർജിങ് ലിമിറ്റഡ് എന്നുള്ളൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ കമ്പനി 3.3 crores റൈറ്റ് ഇഷ്യൂ നടത്തുന്നുണ്ട്. അത് അദ്ദേഹം അപ്ലൈ ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ₹2.40 അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്കിപ്പോൾ കാണാം. അദ്ദേഹത്തിന് 77,000 ലോസിലാണ്, ഓൾമോസ്റ്റ് 52% ലോസിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ബേസിക്കലി പറയുന്നൊരു കാര്യമാണ്, ഇതൊരു പെന്നി സ്റ്റോക്കാണ്. ഇങ്ങനെയുള്ള പെന്നി സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് ഇല്ലെങ്കിൽ ഈ കമ്പനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഭാഗ്യത്തിന് എപ്പോഴെങ്കിലും കയറിയാൽ രക്ഷപ്പെട്ടാലേ എന്നുള്ളൂ. അപ്പോൾ അതിന് ആ ഭാഗ്യത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ പോകാതിരിക്കുക. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക്, ചാർട്ടേഡ് അക്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ പെന്നി സ്റ്റോക്കുകളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ
ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പ്രത്യേകിച്ച് പറയാനുണ്ടായ കാര്യം, ദയവേത് ഞാനത് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. പെന്നി സ്റ്റോക്കിൻ്റെ എൻക്വയറീസ് എനിക്ക് അയക്കണ്ട, ഞാൻ റിപ്ലൈ ചെയ്യില്ല. കാരണം അത് ഞാൻ വാങ്ങാൻ പറഞ്ഞാലും വാങ്ങണ്ടെന്ന് പറഞ്ഞാലും ഒക്കെ നാളെ സാറ് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് റിപ്ലൈ തരില്ല. അതിനെപ്പറ്റി ആരും കംപ്ലയിൻറ്റ് പറയണ്ട. കാരണം ഞാൻ ഒരിക്കലും പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇല്ല, ഒരു പെന്നി സ്റ്റോക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് റൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട്, അത് വാങ്ങട്ടെ എന്നാണ് ആ ക്ലയൻറ്റിൻ്റെ ചോദ്യം. അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നവർക്ക് വീണ്ടും ആ കമ്പനി പുതിയ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ പൈസ അടച്ച് സ്റ്റോക്ക് വാങ്ങാനുള്ള റൈറ്റാണ്. ഇങ്ങനെയുള്ള ഒരു കമ്പനിയിൽ റൈറ്റ് ഇഷ്യൂവിൽ അപ്ലൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ റൈറ്റ് ഇഷ്യൂ വരുന്ന സമയത്ത് ആ റൈറ്റ് ഇഷ്യൂയുടെ എലിജിബിലിറ്റി നമുക്ക് വിൽക്കാനൊരു ഓപ്ഷൻ, ഒരു വിൻഡോ ഓപ്പൺ വരും. ആ സമയത്ത് ആ റൈറ്റ് ഇഷ്യൂവിൻ്റെ എലിജിബിലിറ്റി നമുക്ക് വിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ലോസ് വരും. അപ്പോൾ എലിജിബിലിറ്റി വിറ്റ് കിട്ടുന്ന പൈസ എടുത്ത് ഓടുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ സ്ട്രാറ്റജി. അത്രയേ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് 24% ഉയർന്നും, ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് 13% ഉയർന്നും, ഏജിസ് ലോജിസ്റ്റിക്സ് 13% ഉയർന്നും, ഹൊഹാൻസ് ലൈഫ് സയൻസ് 12% ഉയർന്നും, M&M ഫിനാൻഷ്യൽസ് 11% ഉയർന്നും, ഇന്റർഗ്ലോബ് ആവിയേഷൻ 8% ഉയർന്നും, മദേഴ്സൺ സൂമി 8% ഉയർന്നും, സിർമ SGS 7% ഉയർന്നും, മീഷോ 7% ഉയർന്നും, ടാറ്റ മോട്ടോഴ്സ് EV 7% ഉയർന്നും, RR കേബിൾ 7% ഉയർന്നും, JSW ഇൻഫ്രാസ്ട്രക്ചർ 7% ഉയർന്നും, സിപ്ല 6% ഉയർന്നും, ചോളമണ്ഡലം 6% ഉയർന്നും, അതുപോലെ അഷായി ഗ്ലാസ് 6% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളൊക്കെ ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളാണ്, മാർക്കറ്റിൻ്റെ ട്രെൻഡും അപ്പാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ സ്പെസിഫിക്കലി നമുക്ക് കാണാം 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2781.5 ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 9941.4 ക്രോർസിൻ്റെ ബയേഴ്സ് ആയിരുന്നു. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, FISൻ്റെ ഡാറ്റ നോക്കി പേടിക്കേണ്ട കാര്യമില്ല. ഈ FIS എന്ന് പറഞ്ഞാൽ ബേസിക്കലി മണ്ടന്മാരാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവർ മാർക്കറ്റ് താഴുമ്പോഴാണ് കൂടുതൽ വിൽക്കുക, അത് കഴിഞ്ഞ് ഹയർ ലെവലിൽ വന്ന് ഇവിടെ മേടിക്കും. പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ബുദ്ധിയുള്ളവരാണ്. അവർ ഈ മാർക്കറ്റിൻ്റെ കറക്ഷൻസ് സമയത്ത് മുഴുവൻ അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരിനി മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറുമ്പോൾ വലിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഞാൻ LIC ഒക്കെ ഞാൻ കോവിഡിൻ്റെ സമയത്ത് 10,000 കോടി പ്രോഫിറ്റ് ഉണ്ടാക്കി എൻ്റെ ഡാറ്റ ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുക. 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല കളിയും കളിക്കും, അവരെ നമ്മൾ ഫോളോ ചെയ്യരുത്. ദയവ് ചെയ്ത് അവരുടെ ഡാറ്റയുടെ വലിയ പാനിക് ആക്കാവുന്ന ന്യൂസുകളൊക്കെ പലയിടത്തും വരും. നമ്മളത് ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യേണ്ട കാര്യം. ആസ് ഓൾ ഓഫ് യു നോ, വി ഹാവ് എ ലോട്ട് ഓഫ് വ്യൂവേഴ്സ് from North India and from other states. We are making a small strategic change in our video. Nifty analysis and stocks with the technical breakout we'll discuss in English, so that all of you can follow this. Otherwise I'll have to do it first in Malayalam and again in English. So it's a tedious work. So just all of you understand the difficulty of doing it in 2 different languages. Let's move on to Nifty's analysis. We are seeing now Nifty's last week's trading pattern. On 19th June, Nifty closed at 24,013. 22nd June, Nifty went up 89 points. 23rd June went down to 78 points. 24th June went up 197 points. On 25th June, Nifty went up 34 points. And again, Friday was a holiday. And last week, Nifty went up 42 points. When we consider Nifty's monthly chart, we can see June month, Nifty is trading with positive addition of 508 points. And let us have a look at Nifty's weekly charts with major DMAs. Nifty's 20 DMAs at 23,679, 50 DMAs at 23,848, 100 DMAs at 24,147, 200 DMAs at 24,883. Nifty's daily chart, when we mark support resistance levels, pivot point is at 24,033. Above this level, resistance will be 24,283, 24,510, 24,883, which is
current 200 DMA. This 200 DMA will be the next target for the Nifty, which is almost sure to touch in the coming days. Above this level, 25,712 will be the next resistance for Nifty. Below the pivot point of 24,033, supports will be at 23,806, 23,556, 23,320, 22,604, 22,139. Let us have a look at, let us fix a weekly range for next week. Our upper range for Nifty is 24,883, which is the TMA, 200 DMA also. When we fix a lower range, it is at 23,320. Pivot point will be at 24,033. Let's move on to the stocks with the technical breakout. Our current week's stocks with the technical breakout is HFCL, TMCV, HDBFS, Sharigama and Motherson. Let's have a look at the individual charts of these stocks. You can see HFCL is a stock which is going through a clear uptrend, and the stock closed at 215. Our second stock is Tata Motors, TMCV. The stock is also finding a rebound after a correction and closed at 431. The stock can again continue this uptrend in coming weeks. Our third stock is HDB Financial Services, that is HDBFS. The stock has moved up after a strong correction to 743. So this company is HDFC Bank's subsidiary. So in terms of market reputation, this HDBFS has good reputation. So if the stock move up, it can move further. So our fourth stock is Sarigama India. The stock is also showing a technical breakout and closed at 480. Sarigama can continue this uptrend in coming days. The fifth stock is Motherson. The stock is in clear uptrend from the last week and closed at 151. I am expecting Motherson also to continue this trend in the coming weeks. Stocks with the technical breakout. Again, these are HFCL, TMCV, HDBFS, Sarigama and Motherson. Thank you. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.